ഹലോ എവ്രി വൺ, ദിസ് ഇസ് ഗായത്രി ശങ്കർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യായിരുന്നെങ്കിൽ യു വുഡ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ UGC നെറ്റിൻ്റെ പേപ്പർ 1 വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ഇട്ട് വരികയായിരുന്നു. കറൻ്റ്ലി വി ഹാവ് കംപ്ലീറ്റഡ് യൂണിറ്റ് 10 ഹയർ എഡ്യൂക്കേഷൻ. എന്തുകൊണ്ട് യൂണിറ്റ് 10 ഹയർ എഡ്യൂക്കേഷനിൽ നിന്ന് തുടങ്ങി എന്നുള്ള എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആ വീഡിയോസിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. സോ യു ആർ റൈറ്റ് നൗ ഇൻ ബിറ്റ്വീൻ ദി പ്ലേലിസ്റ്റ് ഓഫ് UGC നെറ്റ് ക്ലാസ്സസ്. ഇനി നമ്മൾ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. സോ നൗ ടുഡേ വി ആർ ബിഗിനിങ് എ ന്യൂ യൂണിറ്റ് വിച്ച് ഇസ് ആക്ച്വലി ഇൻ യുവർ സിലബസ് യൂണിറ്റ് 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്തുനിന്ന് ഒരു 5 മുതൽ 7 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ടുഡേ നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്യുകയാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടീച്ചിങ് ആൻഡ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്താണ് ടീച്ചിങ്, എന്താണ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ്? സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ടീച്ചിങ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാവുന്ന ഒരു കാര്യം, നമ്മൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ആസ് ടീച്ചിങ്. ബട്ട് ടീച്ചിങ്ങിനെ സംബന്ധിച്ച് ചില തിയറീസും ചില കോൺസെപ്റ്റ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ കറൻ്റ്ലി ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ട്രൈപോളാർ പ്രോസസ് ആണ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ടീച്ചിങ് സിസ്റ്റത്തിനകത്ത് ഒരു ടീച്ചറുണ്ട്. ടീച്ചർ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഹൂ ഇസ് ടീച്ചിങ്. ലേണർ എന്ന് പറയുന്ന ഒരാളുണ്ട്, ഹൂ ഇസ് ലേണിംഗ് വാട്ട് ഇസ് ബീങ് ടോട്ട്. ആൻഡ് ദെൻ ഫൈനലി ദർ ഇസ് കണ്ടന്റ്. നമ്മൾ ഇവരെ ഈ ടീച്ചറിനെയും ലേണറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് കണ്ടന്റ് ആണ് ടീച്ചർ ട്രാൻസാക്ട് ചെയ്യുന്നത്, വിച്ച് എവറിബഡി നോസ്. സോ ഇതാണ് അതിനെ ഒരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ വിത്തിൻ ദ ടീച്ചിങ് പ്രോസസ് ദർ ഇസ് എ ടീച്ചർ, ദർ ഇസ് എ സ്റ്റുഡന്റ് ആൻഡ് ദർ ഇസ് എ കരിക്കുലം. കണ്ടന്റിനെ തന്നെയാണ് കരിക്കുലം എന്ന് പറയുന്നത്. സോ കണ്ടന്റ് ആൻഡ് കരിക്കുലം എക്സിസ്റ്റ്. പക്ഷെ പണ്ട്, അതായത് വളരെ പണ്ട്, ഈവൻ ബിഫോർ, ഇതൊരു വളരെ ട്രൈപോളാർ പ്രോസസ് എന്ന് പറയുന്ന ഒരു മോഡേൺ വ്യൂ ആണ്. വളരെ പണ്ട്, ലൈക്ക് ഇൻ ഗുരുകുല സിസ്റ്റം, നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഗുരുകുല സിസ്റ്റം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. പലപ്പോഴും ഒരു ഗുരു ഇരുന്ന് കുട്ടിക്ക് ഗുരുവിന് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു സെറ്റ് സിലബസോ അല്ലെങ്കിൽ അവിടെ ഒരു സെറ്റ് സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്, സെറ്റ് ഔട്ട്കമോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ കുട്ടിക്ക് എന്താണ് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത് ഗുരു തൻ്റെ നോളജിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഏർലിയർ വ്യൂ ഓഫ് ടീച്ചിങ് ഇസ് ദാറ്റ് ടീച്ചിങ് ഇസ് എ ബൈപോളാർ കോൺസെപ്റ്റ്. അവിടെ ടീച്ചറും ലേണറും അല്ലെങ്കിൽ ടീച്ചറും സ്റ്റുഡൻറ്റും മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ബൈപോളാർ കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ്. അത് മുമ്പോട്ട് വെച്ച ആളുടെ പേരാണ് ജോൺ ആഡംസ്. അപ്പം ടീച്ചിങ് ഇൻവോൾവ്സ് 2 പോൾസ്, ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടീച്ചർ ഇസ് ദ സോഴ്സ് ഓഫ് നോളജ് ആൻഡ് സ്റ്റുഡൻറ് ഇസ് ദ റിസീവർ ഓഫ് നോളജ്. അല്ലാതെ എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല എങ്ങനെ പഠിപ്പിക്കണം, ഈ പഠിപ്പിച്ചതിന് ശേഷം കുട്ടി എന്തായിട്ട് മാറണം അല്ലെങ്കിൽ എന്ത് അച്ചീവ് ചെയ്യണം എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പകരം ടീച്ചർ ഹെർ സെൽഫ് ഓർ ഹിംസെൽഫ് ഡിസൈഡ്സ് ഞാൻ എന്ത് കുട്ടിയെ പഠിപ്പിക്കണം, ഈ കുട്ടിക്ക് എന്തൊക്കെ സ്യൂട്ട് ആവും എന്ന് പറഞ്ഞ് ടീച്ചർ അങ്ങ് പഠിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഈ ബൈപോളാർ കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ്ങിലെ ബേസിക് കോൺസെപ്റ്റ്. സോ ടീച്ചിങ് ഇസ് നത്തിങ് ബട്ട് എൻ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദി ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് എന്നാണ് ബൈപോളാർ കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ്ങിനകത്ത് വരുന്നത്. അതുപോലെ ഏർലിയർ ആൻഡ് ട്രഡീഷണൽ വ്യൂവിൽ ടീച്ചർ ഇസ് മോർ ഡോമിനന്റ്. ഇപ്പൊ നമ്മൾ ഗുരുകുല സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ പോലും ടീച്ചർ ഹാസ് മോർ പ്രോമിനൻസ്. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് ആർ ഓൺ ദ സെയിം ലെവൽ. ദാറ്റ് ഇസ് വെയർ വി കം ടു ദ മോഡേൺ വ്യൂ. മോഡേൺ വ്യൂവിലേക്ക് വരുമ്പോൾ കറന്റ്ലി ടീച്ചിങ് ഇസ് കൺസിഡേർഡ് ആസ് എ ട്രൈപോളാർ പ്രോസസ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഇറ്റ് വാസ് ആക്ച്വലി പ്രൊപ്പോസ്ഡ് ബൈ ജോൺ ഡ്യൂവി ആൻഡ് ലേറ്റർ എക്സ്പാൻഡഡ് ബൈ എ ലോട്ട് ഓഫ് ഇൻപുട്സ് ഫ്രം ഇന്ത്യൻ എഡ്യൂക്കേഷനിസ്റ്റ്. സോ ടീച്ചിങ് ഇസ് എ ട്രൈപോളാർ പ്രോസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡന്റ് വരുന്നുണ്ട്, ടീച്ചർ വരുന്നുണ്ട്, അതുപോലെ കരിക്കുലം, കണ്ടന്റ് അല്ലെങ്കിൽ സബ്ജക്ട്. നമുക്കറിയാം ഇപ്പോൾ ഉള്ള എല്ലാ ലേണിങ്ങും ഓൾമോസ്റ്റ് ഫോർമൽ ലേണിങ്സ് ആണ്. നമുക്കിത് കഴിയുമ്പോൾ ഒരു ഡിഗ്രി കിട്ടാനുള്ള ആൾക്കാരാണ് എന്നുള്ളതുപോലെയാണ് നമ്മുടെ എല്ലാ പഠനവും പോകുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് എവറിത്തിങ് വി ഹാവ് എ സർട്ടിഫിക്കേഷൻ ഓർ എ ഡിഗ്രി. അപ്പം പലപ്പോഴും ആ ഡിഗ്രിയുടെ ഒരു സിലബസ് സെറ്റ് ചെയ്തിരിക്കും. ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ കുട്ടിക്ക് ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് ഓൾറെഡി സെറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഡോക്യുമെന്റേഷനെയാണ് കരിക്കുലം എന്നോ കണ്ടന്റ് എന്നോ സബ്ജക്ട് മാറ്റർ എന്നോ നമ്മൾ പറയുന്നത്. പലപ്പോഴും ഈ ഒരു കമ്പോണന്റ് ആണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇതിനെ ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളെയാണ് ടീച്ചർ, അത് ഏറ്റുവാങ്ങുന്ന ആളാണ് സ്റ്റുഡന്റ്. അങ്ങനെയാണ് ട്രൈപോളാർ കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ്ങിൽ നമ്മൾ ആ കോൺസെപ്റ്റ് ഗ്യാദർ ചെയ്യുന്നത്. അതുപോലെ ടീച്ചിങ് ഇസ് നോട്ട് ജസ്റ്റ് എൻ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് ലേണർ. പലപ്പോഴും ബൈപോളാർ കോൺസെപ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ടീച്ചറും ലേണറും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ടീച്ചിങ് എന്നാണ്. ബട്ട് അതേസമയം ട്രൈപോളാർ കോൺസെപ്റ്റിൽ പറയുന്നത് ഹിയർ ദ ടീച്ചർ ഇസ് ഗൈഡിങ് ദി ലേണർ ടു അച്ചീവ് ദി എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ സെറ്റ് എന്നുള്ളതാണ്.
ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇനി ടീച്ചിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. NL ഗേജ് 1963 കൊടുത്ത ഡെഫിനിഷൻ ഇസ് ദാറ്റ് ടീച്ചിങ് ഇസ് എ പ്രോസസ് ഓഫ് ഗൈഡിങ് ആൻഡ് ഡയറക്റ്റിംഗ് ലേണിംഗ്. പലപ്പോഴും നമ്മൾ ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ കുട്ടീനെ ഇരുത്തി പഠിപ്പിക്കുകയല്ല, പകരം ആ കുട്ടി അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഗൈഡൻസ് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്, കുറച്ച് ഡയറക്ഷനും കൊടുക്കുന്നു. അല്ലാതെ നമുക്ക് ആ കുട്ടിക്ക് വേണ്ടി ഇരുന്ന് പഠിക്കാൻ സാധിക്കില്ല. പഠിത്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ഓൺ ദംസെൽസ് ചെയ്യേണ്ടതാണ്. നമുക്കതിനെ ഗൈഡ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് അവരെ ഇരുത്തി പഠിപ്പിക്കുക. ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് യു ആർ തല്ലി പഠിപ്പിക്കുക, സ്പൂൺ ഫീഡ് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ശരിക്കും ടീച്ചിങ്ങിലില്ല. പകരം ഇറ്റ് ഇസ് ജസ്റ്റ് എ ഗൈഡിങ് ആൻഡ് ഡയറക്റ്റിംഗ് ഓഫ് ലേണിംഗ്. ലേണിംഗ് ഇസ് വെയർ ദ സ്റ്റുഡൻറ് ഇസ് ആക്ച്വലി അണ്ടർസ്റ്റാൻഡിങ് തിങ്സ് ആൻഡ് ടേക്കിംഗ് ഇൻ ന്യൂ എക്സ്പീരിയൻസസ് ആൻഡ് ഫോമിങ് ന്യൂ സ്കീമാസ്. ഇതെന്താണ് ഞാൻ ഇനി പറഞ്ഞതെന്നുള്ളത് ഇനി വരുന്ന സ്ലൈഡ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ദ മോഡേൺ വ്യൂ എന്ന് പറയുന്നത് എ സിസ്റ്റം ഓഫ് ആക്ടിവിറ്റീസ് ഡിസൈൻ ടു ബ്രിങ് എ ഡിസൈറബിൾ ചേഞ്ച് ഇൻ ലേണർ ബിഹേവിയർ എന്നുള്ളതാണ്. ടീച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലേണറിൽ കൊണ്ടുവരേണ്ട എന്തോ ഒരു ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കലി സയന്റിഫിക്കലി ഡിസൈൻ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് ടീച്ചിങ് എന്ന് കറന്റ്ലി അറിയപ്പെടുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്താണെന്ന് നോക്കാം. നമുക്ക് മേജർലി 3 ലെവൽസ് ഓഫ് ടീച്ചിങ് ആണുള്ളത്. ഒന്ന് നോളജ് എക്വസിഷൻ, നമുക്ക് കുട്ടിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം പറഞ്ഞു കൊടുക്കാം സോ ദാറ്റ് ഇറ്റ് സ്റ്റേസ് ഇൻ ദർ മെമ്മറി. അത് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, വിച്ച് ഇസ് വെയർ ആ കുട്ടി ഈ കാര്യം വെറുതെ പഠിക്കുക മാത്രമല്ല, ജസ്റ്റ് ഒരു റീകോൾ ഫേസിലല്ല, പകരം അതിന്റെ അടുത്ത ലെവൽ ഈ കുറെ കൂടെ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് അതിന്റെ പ്രിൻസിപ്പിൾസിനെയും കോൺസെപ്റ്റ്സിനെയും പറ്റി കുട്ടിക്ക് കാണും. ആൻഡ് ദ ഫൈനൽ ലെവൽ ആൻഡ് ദ മോസ്റ്റ് ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അതിന്റെ ആപ്ലിക്കേഷൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. നമുക്കൊരു കാര്യം മനസ്സിലായി, അതിലെ മേജർ കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് ഒരു പുതിയ സിറ്റുവേഷനിൽ അത് അപ്ലൈ ചെയ്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. അതുപോലെ പഠിച്ച കോൺസെപ്റ്റ്സ് വെച്ചിട്ട് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതിനോടൊപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രെയിംവർക്സിനെ നമ്മുടെ പുതിയ ചിന്താഗതികൾ വെച്ചിട്ട് ചോദ്യം ചെയ്യാൻ അറിയണം, ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ അറിയണം. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ ചേർത്തുകൊണ്ട് ഏറ്റവും ഹയസ്റ്റ് ലെവൽ റിഫ്ലക്റ്റീവ് ലെവൽ, അങ്ങനെ ഈ 3 ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് 3 ലെവൽസ് ആണുള്ളത്. ഇനി എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്താണ്? എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ടാക്സോണമി ബെഞ്ചമിൻ ബ്ലൂം എന്ന് പറയുന്ന എഡ്യൂക്കേഷനിസ്റ്റ് 1956 പ്രപ്പോസ് ചെയ്തു. സോ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് എ കോഴ്സ് അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് എനി പ്രോസസ് ഓഫ് ടീച്ചിങ് നമുക്ക് ആ കുട്ടി അച്ചീവ് ചെയ്യേണ്ട ചില ചേഞ്ചസ്, ഡിസൈറബിൾ ചേഞ്ചസിനെയാണ് ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുമ്പോൾ എന്നുള്ളതേ ഉള്ളൂ. ആ ഡിസൈർഡ് ചേഞ്ച് ഇൻ ലേണേഴ്സ് ബിഹേവിയർ ദാറ്റ് ഇസ് ബീയിങ് ബോട്ടിനെയാണ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ടാക്സോണമി ഉണ്ടാക്കിയ ആളുടെ പേരാണ് ബെഞ്ചമിൻ ബ്ലൂം ഇൻ 1956. സോ എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1956 ബെഞ്ചമിൻ ബ്ലൂം ഉണ്ടാക്കിയ ടാക്സോണമിയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇൻ 2001 അതിനെ റിവൈസ് ചെയ്യപ്പെട്ടു. സോ അതിനെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്നാണ് അറിയപ്പെടുന്നത്. സോ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി മുമ്പോട്ട് കൊണ്ടുവന്നത് ആൻഡർസൺ ആൻഡ് ക്രാത്ത്വോൾ ആണ്. ഇവർ രണ്ടുപേരും 2001 മുമ്പോട്ട് വെച്ച ഒരു പുതിയ ടാക്സോണമിയാണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. അപ്പൊ അവിടെ വന്ന വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ നമ്മുടെ ബ്ലൂമിന്റെ ഇനിഷ്യൽ ടാക്സോണമിയിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു 3 ലെവൽസ് എന്ന് പറയുന്നത് 6 ലെവൽസ് എന്ന് പറയുന്നത് നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ ആയിരുന്നു. അതായത് ഏറ്റവും താഴത്തെ തട്ടിൽ നോളജ്, നത്തിങ് ബട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, അതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, റീകോൾ ചെയ്യാൻ പറ്റുന്നു, നമ്മൾ മെമ്മറിയിൽ വെറുതെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ ആണ്, വിച്ച് മീൻസ് നമ്മൾ വെറുതെ സ്റ്റോർ ചെയ്ത് വെക്കുകയല്ല, ബട്ട് അതിന്റെ ഡീപ്പർ ആയിട്ടുള്ള മീനിങ് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കോംപ്രിഹെൻഷൻ. വൺസ് യു കോംപ്രിഹെൻഡ് സംതിങ്, നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒരു പുതിയ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ നമുക്ക് തരുന്ന ഒരു പുതിയ സിറ്റുവേഷനെ നമുക്ക് അറിയാവുന്ന തിയറീസ് അല്ലെങ്കിൽ അറിയാവുന്ന കോൺസെപ്റ്റ് വെച്ച് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ എന്തെങ്കിലും ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ക്രിയേറ്റ് ചെയ്തതിനെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ 6 ലെവൽസ് ആണ് 1956 ബ്ലൂംസ് ടാക്സോണമിയിൽ ഉണ്ടായിരുന്നത്. നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ എന്നീ പറഞ്ഞിരിക്കുന്ന
6 ലെവൽസിനും ഒരു നൗൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ലെവൽസ് ശ്രദ്ധിച്ചാലും അറിയാം, നൗൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. വിച്ച് ഇസ് കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ, ഇതെല്ലാം നൗൺസ് ആണ്. അതുപോലെ ഈ 6 ലെവലിൽ ആപ്ലിക്കേഷൻ മുതൽ താഴോട്ട് വി കോൾ ദം ആസ് ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസ്, ആൻഡ് അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ ഇസ് കൺസിഡേർഡ് ആസ് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ്. അതേസമയം ഇതിൽ നിന്ന് 2001 റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ബൈ ആൻഡർസൺ ആൻഡ് ക്രാത്ത്വോളിലേക്ക് വരുമ്പോൾ ഈ നൗൺ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വേർബായിട്ട് കൺവേർട്ട് ചെയ്തു. അതുപോലെ ചില വേർഡ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പുതിയ വേർഡ്സും വന്നു എന്നുള്ളതാണ്. സോ നോളജ് ബിക്കെയിം റിമെമ്പർ, എന്തെങ്കിലും നമുക്ക് ഓർക്കാൻ സാധിക്കുക, റിമെമ്പർ ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഇറ്റ് ബിക്കെയിം റിമെമ്പർ. കോംപ്രിഹെൻഷൻ ബിക്കെയിം അണ്ടർസ്റ്റാൻഡ്. ആപ്ലിക്കേഷനും അനാലിസിസും അതുപോലെ തന്നെ വന്നു. നമ്മൾ നൗണിൽ നിന്നും വേർബ് ആക്കിയെന്നേ ഉള്ളൂ. അപ്ലൈ ആൻഡ് അനലൈസ്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ് ഇസ് ക്രിയേറ്റ്, സിന്തസിസ് എന്നുള്ളതിനെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയി ക്രിയേറ്റ് ആക്കി ഇവാലുവേഷനെ ഒരു പടി താഴെ കൊണ്ടുവന്നു. ഇങ്ങനെ ഒരു ചേഞ്ച് ആണ് ശരിക്കും ഇവിടെ ആകെ വന്നത്. സോ ലെറ്റ്സ് അഗൈൻ ലുക്ക് അറ്റ് ഇറ്റ്. സിമ്പിൾ, നമ്മുടെ നോളജ് കോംപ്രിഹെൻഷൻ എന്നുള്ള 2 ലെവൽസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പുതിയ 2 വേർഡ്സ് വന്നു. നോളജ് ബിക്കെയിം റിമെമ്പർ, കോംപ്രിഹെൻഷൻ ബിക്കെയിം അണ്ടർസ്റ്റാൻഡ്, ആപ്ലിക്കേഷൻ ആൻഡ് അനാലിസിസ് ബിക്കെയിം വേർബ് അപ്ലൈ ആൻഡ് അനലൈസ്. അതുപോലെ സിന്തസിസ് എന്നുള്ളത് മുകളിലേക്ക് പോയി, അതേസമയം ഇവാലുവേഷൻ എന്നുള്ളത് താഴേക്ക് വന്നു. ആൻഡ് ദേ ബിക്കെയിം ദർ വേർബ് ഫോംസ് വിച്ച് ഇസ് ഇവാലുവേറ്റ് ആൻഡ് ക്രിയേറ്റ്. ഇപ്പോഴും ഈവൻ ഇൻ ദ റിവൈസ് ബ്ലൂംസ് ടാക്സോണമി നമ്മൾ നോക്കുകയാണെങ്കിൽ താഴത്തെ 3 ലെവൽസ് ആർ ലോവർ തിങ്കിങ് സ്കിൽസ് ആൻഡ് മുകളിലത്തെ 3 ലെവൽസ് ആർ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ്. ഇത്രയാണ് ബ്ലൂംസ് ടാക്സോണമിയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം. പലപ്പോഴും ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇവരിങ്ങനെ മിക്സ് ചെയ്ത് ഈ ലെവൽസ് തന്നിട്ട് ഇതിനെ കറക്റ്റ് ഓർഡർ ഓഫ് ബ്ലൂംസ് ടാക്സോണമി ആക്കാൻ പറയും. അങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. ബ്ലൂംസ് ടാക്സോണമി ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. ലാസ്റ്റ് ടൈമും ഏകദേശം എല്ലാ നെറ്റ് പേപ്പർ 1 ക്വസ്റ്റ്യൻ പേപ്പറിലും ബ്ലൂംസ് ടാക്സോണമി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് മൈറ്റ് ഡിപ്പെൻഡ്. ചിലപ്പം നമ്മുടെ 1956 ആയിരിക്കും ചോദിക്കുന്നത്, ചില സമയം 2001 ആയിരിക്കും ചോദിക്കുന്നത്. ഈ സിന്തസിസ് എന്നുള്ള വേർഡ് കാണുമ്പോഴേ യു വിൽ അണ്ടർസ്റ്റാൻഡ് വിച്ച് വൺ ദേ ആർ ആക്ച്വലി ലുക്കിംഗ് ഫോർവേഡ് ടു. അങ്ങനെ 1956 ആണെങ്കിൽ യു ഓൾവേസ് പുട്ട് സിന്തസിസ് ബിഫോർ ഇവാലുവേഷൻ, ആൻഡ് ക്രിയേറ്റ് ഇവാലുവേറ്റ് ആണ് വരുന്നതെങ്കിൽ യു ഓൾവേസ് പുട്ട് ക്രിയേറ്റ് ആഫ്റ്റർ ഇവാലുവേറ്റ്. ഇത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് ഇസ് ലെവൽസ് ഓഫ് ടീച്ചിങ്. ലെവൽസ് ഓഫ് ടീച്ചിങ് എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മളൊന്നും കൂടെ ഡീപ്പർ ലെവലിൽ നോക്കുകയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു ടീച്ചിങ്ങിന്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് മെമ്മറി ലെവലാണ്. ഒരു കുട്ടിയെ കാണാതെ പഠിപ്പിക്കുക, കുട്ടിയെ റീകോൾ ചെയ്യാൻ പഠിപ്പിക്കുക. റെപ്പറ്റേറ്റീവ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വഴി കുട്ടി റീകോൾ ചെയ്യുന്നു. നമ്മൾ ഈ പലപ്പോഴും മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് നടക്കുന്നത് ഒരു പ്രൈമറി ലെവൽ ഓഫ് കുട്ടികളിലാണ്. നമുക്കറിയാം LKG UKGയിലെ കുട്ടികളെ നമ്മൾ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ഒരേ കാര്യം പറഞ്ഞാണ് കാണാതെ പഠിപ്പിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് മോശമാണെന്ന്. സോ യു ഷുഡ് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, നമ്മൾ മെമ്മറി ലെവലിൽ കാണാതെ ചില കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്കതിനെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് പോയി അതിന്റെ കോൺസെപ്റ്റിനെ ഗ്രാസ്പ് ചെയ്യാനോ പറ്റൂ. ദ ഫസ്റ്റ് തിങ് വി നീഡ് ഇസ് മെമ്മറി ലെവൽ. ഓരോ ലെവൽ കഴിഞ്ഞിട്ടാണ് അടുത്ത ലെവൽ വരുന്നത്. സോ മെമ്മറി ലെവൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചില കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്തില്ലെങ്കിൽ ഇൻ ദ ഹയസ്റ്റ് ലെവലിൽ പോയിട്ട് ഒരു കാര്യമില്ല. Because we are not even having a simple recall of certain things, basic things ഇല്ലെങ്കിൽ നമ്മൾ ഈ ഹൈ ലെവലിൽ പോയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് കാര്യമുണ്ടോ? പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും പലരും മെമ്മറി ലെവലിനെ മോശമായിട്ട് കാണാറുണ്ട്. ഇല്ല, മെമ്മറി ലെവലിൽ നിന്നാണ് തുടങ്ങുന്നത്. ആക്ച്വലി മെമ്മറി ലെവൽ കഴിഞ്ഞ് യു ക്യാൻ റീച്ച് അണ്ടർസ്റ്റാൻഡിങ്, ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് റിഫ്ലക്റ്റീവ് ലെവലും എത്താൻ സാധിക്കുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലെവൽ മെമ്മറി ലെവൽ തന്നെയാണ്. അപ്പം നമ്മൾ ഒരു ചെറിയ ക്ലാസ്സിലൊക്കെയാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിനെ ഫോക്കസ് ചെയ്യുന്നത്. കാരണം കുഞ്ഞുങ്ങൾ വളരെ റോട്ടായിട്ട് ഈ നമ്മുടെ ആൽഫബറ്റ്സും അതിലുള്ള കാര്യങ്ങളും അല്ലെ വളരെ മേജർ കോൺസെപ്റ്റ്സും ഒക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ ഹയർ നോളജ് നമുക്ക് അതിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ മെമ്മറി ലെവൽ എന്നുള്ള കോൺസെപ്റ്റ് മുമ്പോട്ട് വയ്ക്കുന്നത് ഹെർബർട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഹെർബർട്ട് സ്പെൻസർ ആണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് മുമ്പോട്ട് വയ്ക്കുന്നത്. സോ ടീച്ചർ സെന്റേർഡ് മെത്തേഡ് ആണ് മെമ്മറി ലെവൽ. ബിക്കോസ് ടീച്ചർ ഇസ് ഹെൽപ്പിംഗ് ദ സ്റ്റുഡൻറ് ടു റൂട്ട് ലേൺ, അതായത് കാണാതെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാണ്. ഫൗണ്ടേഷണൽ നോളേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൂട്ട് ലേണിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ തിങ്കിങ് ഒന്നുമില്ല. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ലോവസ്റ്റ് ഓർഡർ ഓഫ് ലേണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം.
but even though lowest order, it is very very important, because if that memory level is not strong, നമുക്ക് ഇതിന്റെ മണ്ടയിൽ അണ്ടർസ്റ്റാൻഡിങ് ലെവലോ റിഫ്ലക്റ്റീവ് ലെവലോ കിട്ടിപ്പോക്കാൻ സാധിക്കില്ല. സോ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് വരുമ്പോൾ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ വാസ് of teaching was introduced by Morrison. സോ മോറിസൺ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ മീനിങ് ഗ്രാസ്പ് ചെയ്യുക, കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, ചില കാര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്ത് പാറ്റേൺസ് ഉണ്ടാക്കുക. ഇത്രയും കാര്യങ്ങളാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ വരുന്നത്. ഇവിടെ പലപ്പോഴും സ്റ്റുഡൻറ് സ്റ്റാർട്ട്സ് അപ്ലൈയിങ് ഐഡിയാസ്, നമ്മൾ പഠിച്ച ഐഡിയാസിനെ ന്യൂ ആൻഡ് അൺനോൺ സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്യാൻ കുട്ടി തുടങ്ങുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ ലെവൽ ഓഫ് ടീച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ഡിസ്കഷനും എക്സ്പ്ലനേഷനും ഒക്കെയാണ്. കുട്ടിയെ പഠിപ്പിച്ചതിന് ശേഷം ഇതിനെപ്പറ്റി ഗ്രൂപ്പ് ഡിസ്കഷൻ കൊടുക്കുക, അല്ലെങ്കിൽ പഠിച്ച കാര്യം എന്താണെന്ന് കുട്ടിയോട് ഇങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാൻ പറയുക, ഒക്കെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ആൻഡ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ലെവലാണ്. ലൈക്ക് വി ഓൾറെഡി സെഡ്, ആ കോൺസെപ്റ്റ് മുമ്പോട്ട് വെക്കുന്നത് ഹണ്ട് ആൻഡ് ബിഗി എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ്. സോ ഇവിടെ ഫോക്കസ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, ലൈക്ക് വി ഡിസ്കസ്ഡ് ഏർലിയർ. ഇവിടെ പലപ്പോഴും ലേണിംഗ് ഇസ് മോർ ലേണർ സെന്റേഡ്, അല്ലെങ്കിൽ ടീച്ചിങ് ഇസ് മോർ ലേണർ സെന്റേഡ്. ഇവിടെ ഇൻഡിപെൻഡന്റ് തിങ്കിങ്ങിനുള്ള വേദി ഒരുക്കുകയാണ് ടീച്ചർ പലപ്പോഴും ചെയ്യുന്നത്. ഇൻ ദ ലേണിംഗ് പ്രോസസ് ആസ്ക് സ്റ്റുഡൻസ് ടു ക്രിയേറ്റ് ഹൈപ്പോത്തസിസ്, എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫ്രെയിംവർക്കിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു പ്രോബ്ലം കൊടുത്തിട്ട് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് അതിനെ സോൾവ് ചെയ്യുക. അങ്ങനെയുള്ള ഒരുപാട് ലെവൽ ഓഫ് ടീച്ചിങ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഈ ഒരു റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ജോൺ ഡ്യൂയിയുടെ റിഫ്ലക്റ്റീവ് തിങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ റിഫ്ലക്റ്റീവ് ലെവൽ, ഹണ്ട് ആൻഡ് ബിഗി, ആക്ച്വലി ജോൺ ഡ്യൂയിയുടെ റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മുമ്പോട്ട് വെക്കുന്നത്. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ന്യൂ ഏജ് ടീച്ചിങ്ങിനെ പറ്റിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ മോഡേൺ വ്യൂ ഓഫ് ടീച്ചിങ്ങിൽ എപ്പോഴും ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയന്റഡ് ആയിരിക്കണം. അതായത് നമ്മൾ എന്ത് കോഴ്സാണോ, അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാം ആണോ, അല്ലെങ്കിൽ എന്ത് മേ ബി ഒരു ഷോർട്ട് ടേം കോഴ്സാണോ, വാട്ട് എവർ ഇറ്റ് ബി, അത് പഠിച്ചു കഴിയുമ്പോൾ ലേണറിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. ആ വ്യത്യാസമാണ് നമ്മൾ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഓറിയന്റ് ചെയ്ത് തന്നെ ആയിരിക്കണം എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്ങിലെ ഏറ്റവും മേജർ പോയിന്റ്. അതിനോടൊപ്പം ടീച്ചിങ് ഇസ് ബോത്ത് ആൻ ആർട്ട് ആൻഡ് സയൻസ്. നമുക്കറിയാം, വളരെ എക്സെപ്ഷണൽ ടീച്ചേഴ്സ് ഉണ്ട്. അവർ പലപ്പോഴും പ്ലാൻ ചെയ്തിട്ടായിരിക്കും ക്ലാസ്സിൽ വരുന്നതെങ്കിലും ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവർ പോലും അറിയാത്ത വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അനോളജീസ് ഒക്കെ ക്ലാസ്സിൽ ഉപയോഗിക്കാൻ ടീച്ചേഴ്സിന് സാധിക്കുന്നുണ്ട്, വിച്ച് മേക്സ് ഇറ്റ് എൻ ആർട്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നല്ലൊരു പ്ലാനിങ് ഇല്ലാതെ ക്ലാസ്സിൽ പോയി എക്സ്റ്റംപോർ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയേ വേണ്ട. നമ്മൾ ഒരു മിനിമൽ പ്ലാനിങ് ഇൻ ടീച്ചിങ് ഇസ് ഇൻവോൾവ്. സോ ബിക്കോസ് വി ഹാവ് ടു പ്ലാൻ സിസ്റ്റമാറ്റിക്കലി അബൌട്ട് വാട്ട് വി ആർ ഗോയിങ് ടു ടീച്ച്, ഇറ്റ് ഈസ് ഓൾസോ എ സയൻസ്. സോ ടീച്ചിങ് ഇസ് ബോത്ത് എൻ ആർട്ട് ആസ് വെൽ ആസ് സയൻസ്. നമുക്ക് സിസ്റ്റമാറ്റിക് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ് ടീച്ചിങ്ങിനെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. അതുപോലെ നമ്മളെ തന്നെ അതിശയിപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് വളരെ ക്രിയേറ്റീവ് ആയിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു ആർട്ടും കൂടിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് യു ടു ബിക്കം എൻ എക്സ്റ്റംപോർ ക്രിയേറ്റീവ് പേഴ്സൺ. അതുപോലെ ഇന്ററാക്റ്റീവ് ആണ് ടീച്ചിങ്. പണ്ടൊക്കെ ആണെങ്കിൽ ഗുരുമുഖത്തുനിന്ന് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഗുരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് സ്റ്റുഡന്റ് കേട്ട് പഠിക്കുകയാണ്. നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ യു വുഡ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ 3 ലെവലിലാണ് ടീച്ചിങ്ങിനെ പറഞ്ഞിട്ടുള്ളത്: ശ്രവണ, മനന, നിധ്യാസന. പക്ഷെ അത് പണ്ടത്തെ കാലമാണ്. ഇപ്പോഴത്തെ ടീച്ചിങ് എന്ന് പറയുന്നത് ഇന്ററാക്റ്റീവ് ആണ്. പണ്ട് ടീച്ചർ വാസ് എ ട്രാൻസ്മിറ്റർ. നമ്മളിങ്ങനെ ട്രാൻസ്മിഷൻ ചെയ്യുന്നത് പോലെ ഒരു വൺ വേ സ്റ്റൈൽ ഓഫ് ടീച്ചിങ് ആയിരുന്നു പണ്ടുണ്ടായിരുന്നെങ്കിൽ. ഇപ്പോൾ ഇറ്റ് ഇസ് ഇന്ററാക്റ്റീവ്. ടീച്ചർ ഷെയർസ് ഹർ അല്ലെങ്കിൽ ഹിസ് സൈഡ് ഓഫ് what they know, and students try to understand what it is and ask questions. അവർക്ക് ഉള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്കുള്ള പുതിയ ഐഡിയാസ് ഷെയർ ചെയ്യുന്നു. സോ ടീച്ചർ ഇസ് ഓൾസോ ബിക്കമിങ് എ സ്റ്റുഡന്റ് ഇൻ ദ പ്രോസസ്. അപ്പം രണ്ടുപേരും തമ്മിലുള്ള ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മേക്സ് ടീച്ചിങ് ആൻ ഇന്ററാക്റ്റീവ് പ്രോസസ് റാദർ. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു എന്ന് നമുക്ക് ടീച്ചിങ്ങിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കുന്ന ഒരു ഏജിലാണ് നമ്മളുള്ളത്. പണ്ട് ട്രാൻസ്മിഷൻ ആയിരുന്നു, വേർ ടീച്ചർ ജസ്റ്റ് യൂസ് ടു സേ സംതിങ് ലൈക്ക് നമ്മൾ ഈ റേഡിയോയിൽ കേൾക്കുന്ന പോലെ ഒരു വൺ സൈഡഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്കും ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ലിങ്ക്ഡ് വിത്ത് ദിസ്
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് വിച്ച് ഇസ് ഇന്ററാക്ഷൻ. ആ ചാപ്റ്ററിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതുപോലെ പ്രോഗ്രസീവ് ആണ് ടീച്ചിങ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഒരു സിമ്പിൾ കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം അതിന്റെ മണ്ടയിൽ ബിൽഡ് ചെയ്താണ് ഒരു കോംപ്ലക്സ് ഐഡിയ കുട്ടിയിലേക്ക് ട്രാൻസാക്ട് ചെയ്യുന്നത്. അതുപോലെ യു ഓൾസോ നമുക്ക് അറിയാവുന്ന സാധനങ്ങളിൽ നിന്നാണ് നമ്മൾ അറിയാത്ത സാധനങ്ങളിലേക്ക് പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. സോ വാട്ട് ഓൾ ദേ നോ, എംപിറിക്കലായിട്ട് തൊടാനും പിടിക്കാനും പറ്റുന്ന കാര്യങ്ങളെ പറ്റി ആദ്യം പഠിപ്പിച്ചതിന് ശേഷമാണ് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള ആറ്റം അല്ലെങ്കിൽ ഇലക്ട്രോൺ, ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് തൊടാനും പിടിക്കാനും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് നമ്മൾ അറിയാവുന്ന മെറ്റീരിയൽ സ്റ്റഫിനെ പഠിപ്പിച്ചതിന് ശേഷം വേണം അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്ക് പോകാനുള്ള ഒരു പ്രോഗ്രസീവ് നേച്ചർ ടീച്ചിങ്ങിനുണ്ട്. അതുപോലെ ഇറ്റ് റിക്വയർസ് ഫീഡ്ബാക്ക് ആൻഡ് ഇവാലുവേഷൻ. നമ്മളിങ്ങനെ ആസ് എ ടീച്ചർ ഇങ്ങനെ ചുമ്മാ പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നമ്മുടെ പഠിപ്പിക്കുന്ന സ്റ്റൈൽ എങ്ങനെയുണ്ട് എന്ന് വി ഹാവ് ടു കോൺസ്റ്റന്റ്ലി ആസ്ക് സ്റ്റുഡൻസ് ഫോർ എ ഫീഡ്ബാക്ക് ആൻഡ് കീപ് ചേഞ്ചിങ് അവർ വേസ് ആൻഡ് സ്ട്രാറ്റജീസ്. അപ്പം നമുക്കൊരു ഇവാലുവേഷൻ നമ്മളെ തന്നെ പറ്റി വേണം, നമ്മുടെ ടീച്ചിങ്ങിനെ പറ്റി തന്നെ വേണം. ആൻഡ് വി ഓൾസോ ഹാവ് ടു ഹാവ് എ ഇവാലുവേഷൻ ഓഫ് ദ സ്റ്റുഡൻറ് ആസ് വെൽ. അതുപോലെ റിലേറ്റഡ് ടു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലെങ്കിൽ ഒരു ടീച്ചർ ആവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ UGC നെറ്റിനെ സംബന്ധിച്ച് നെറ്റുള്ള ആൾക്കാർക്ക് ദേ ക്യാൻ ബിക്കം അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ്, ബട്ട് ആർ ദേ ഹാവിങ് ഇനഫ് സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? നമ്മൾ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു ടീച്ചർ ആവാൻ സാധിക്കുമോ എന്നുള്ളത് സ്റ്റിൽ എ ഡൗട്ട്. അപ്പം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതേസമയം ഓബ്വിയസ്ലി നമുക്കൊരു നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യു ഓബ്വിയസ്ലി ആർ ഗുഡ് ഇൻ മാസ്റ്ററി ഓഫ് യുവർ സബ്ജക്ട്, ബട്ട് ആർ യു ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ടു യുവർ സ്റ്റുഡൻസ് എഫക്റ്റീവ്ലി എന്നുള്ളതും ഒരു വലിയ പോയിന്റ് തന്നെയാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് ബേസിക് റിക്വയർമെന്റ്സ് ഓഫ് ടീച്ചിങ്. എന്തൊക്കെയാണ് ബേസിക് റിക്വയർമെന്റ്സ് ഇൻ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ഒരു നല്ല ടീച്ചർ വേണം. ആ നല്ല ടീച്ചറിന് എന്തൊക്കെ വേണം? നല്ല കോമ്പീറ്റൻസി വേണം, സബ്ജക്ട് മാസ്റ്ററി വേണം, അതിനോടൊപ്പം കൂടുള്ള ആൾക്കാരോട് നല്ല പെരുമാറ്റശീലം വേണം, ഒരു അത്യാവശ്യം റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. ഇത്രയുമുള്ള ഒരാളെയാണ് നമ്മൾ ടീച്ചർ എന്ന് പറയുന്നത്. സോ ഷീ ഈസ് കോമ്പറ്റന്റ്, നല്ല സബ്ജക്ട് മാസ്റ്ററി കാണും, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കാണും ടു ട്രാൻസാക്ട് വാട്ട് എവർ ദേ ഹാവ് ടു ട്രാൻസാക്ട്. അതുപോലെ ഒരു ലേണർ വേണം. ലേണറിന്റെ സൈഡിൽ എന്തൊക്കെ വേണം? ലേണറിനെ സംബന്ധിച്ച് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് നന്നായിട്ട് നടക്കുകയുള്ളൂ. അതുപോലെ റെഡിനെസ് വേണം. ലേണർ ഷുഡ് ബി റെഡി ടു അക്സെപ്റ്റ് വാട്ട് എവർ ഇസ് ബീങ് ടോട്ട്. അതുപോലെ ലേണർ ഷുഡ് ഓൾസോ ഹാവ് പ്രയർ നോളജ്. നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി ലെവലിൽ പഠിക്കാൻ വരുന്ന ഒരു കുട്ടിയിൽ കുറച്ച് കാര്യങ്ങൾ പ്രീ റിക്വസിറ്റ്സ് നമ്മളെ സംബന്ധിച്ചുണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഷുഡ് ബി ദെയർ ഇൻ ദ ലേണർ എന്നുള്ളതാണ് ബേസിക് റിക്വയർമെന്റ് ഓഫ് എ ലേണർ. ആൻഡ് കണ്ടന്റിനെ സംബന്ധിച്ച് എപ്പോഴും നമുക്കൊരു വെൽ സ്ട്രക്ചേർഡ് കണ്ടന്റ് ആണ് വേണ്ടത്, അല്ലെ? അല്ലാതെ ഈ എത്ത് മൂലയുള്ളതുപോലെ അവിയല് പരിവായി കിടക്കുന്ന കണ്ടന്റ് ആണെങ്കിൽ ദ ടീച്ചർ ഇസ് ഓൾസോ സ്ട്രഗിളിങ്, ദ ലേണർ വിൽ ഓൾസോ സ്ട്രഗിൾ വെൻ എവർ ദേ നീഡ് ടു ട്രാൻസാക്ട് ദ കണ്ടന്റ്. അപ്പം വെൽ സ്ട്രക്ചേർഡ് കണ്ടന്റ് വേണം. അതുപോലെ നീഡ് ബേസ്ഡ് ആയിരിക്കണം. ഇപ്പോഴത്തെ നീഡ് എന്താണ്? ഇപ്പം നമ്മളൊരു സ്കിൽ ബേസ്ഡ് കോഴ്സിൽ പഠിക്കാൻ പോവുകയാണെങ്കിൽ ആ സ്കിൽ ബേസ്ഡ് കോഴ്സിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പോ ജോബ് മാർക്കറ്റിൽ ആവശ്യമായി ചോദിക്കുന്ന സ്കിൽസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം എപ്പോഴും നീഡ് ബേസ്ഡ് ആയിട്ടുള്ള വാട്ട് എവർ ഇസ് നെസസറി ടു ദി ഔട്ട്കമ്മിനെ സംബന്ധിച്ച് നമുക്കൊരു കരിയർ തരാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു നീഡിനെ സാധൂകരിക്കുന്നതായിരിക്കണം കണ്ടന്റ്. അതുപോലെ സ്ട്രാറ്റജി ഓർ മെത്തേഡ്സ്. പലപ്പോഴും സ്ട്രാറ്റജി മെത്തേഡും ടീച്ചറിന്റെ ഭാഗത്തുനിന്ന് വരുന്ന സാധനങ്ങളാണ്. സോ നമുക്ക് അപ്രോപ്രിയേറ്റ് പെഡഗോഗി എന്ന് പറയുന്നത് നമ്മൾ ആ പഠിപ്പിക്കുന്ന രീതിയാണ് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ സയൻസ് ഓഫ് ടീച്ചിങ്ങിനെയാണ് പെഡഗോഗി എന്ന് പറയുന്നത്. അപ്പൊ അപ്രോപ്രിയേറ്റ് സയൻസ് ഓഫ് ടീച്ചിങ് അപ്ലൈ ചെയ്യുക. അതുപോലെ യൂസ് മാക്സിംസ് ഓഫ് ടീച്ചിങ്. മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്താണെന്ന് നമ്മൾ വരുന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ലൊരു ക്ലാസ് റൂം എൻവയോൺമെന്റ്. പലപ്പോഴും ഒരു ഇരുണ്ടടഞ്ഞ മുറിയിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ ഒരു വളരെ മോശമായ റിലേഷൻഷിപ്പ് ഉള്ള ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ പോയി തീർന്നു. നമ്മളിനി എത്ര ഇൻസ്പിറേഷണൽ ആയിട്ട് പഠിപ്പിച്ചാലും സ്റ്റുഡൻസ് വിൽ നോട്ട് കണക്ട് ടു അസ്. അതേസമയം നല്ലൊരു ക്ലാസ് റൂം ക്ലൈമറ്റ് ആണ്, വളരെ എയറി ആയിട്ടുള്ള ഒരു സ്പേസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും ഉണ്ട്. നമുക്ക് PPT ഇടണമെങ്കിൽ അതുണ്ട്, വലിയ ചൂടില്ല, അത്യാവശ്യം നല്ല കാറ്റുണ്ട്. And the whole room is actually very bright, airy, and we have all the requirements that is needed to take a good class. Blackboard ഉണ്ട്, whiteboard ഉണ്ട്, നമുക്ക് PPT ഇടാൻ അതുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ഗുഡ് ക്ലാസ് റൂം ക്ലൈമറ്റ് ആണെങ്കിൽ ഓബ്വിയസ്ലി മേക്ക് സ്റ്റുഡൻസ് want to study more. ആ റെഡിനെസ് പെട്ടെന്ന് കുട്ടികളിൽ ഉണ്ടായി കിട്ടും എന്നുള്ളതാണ് എൻവയോൺമെന്റിനെ സംബന്ധിച്ച് പറയാനുള്ളത്.
ഇനി മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്താണെന്ന് നോക്കാം. മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുമ്പോൾ ചില റൂൾസ് ഫോളോ ചെയ്ത് വേണം പഠിപ്പിക്കാൻ. ആ റൂൾസിനെയാണ് മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രം നോൺ ടു അൺനോൺ. എന്താണോ ലേണറിന് ഓൾറെഡി അറിയാവുന്നത് അതിൽ നിന്ന് വേണം നമ്മൾ അറിഞ്ഞൂടാത്തയിലേക്ക് ബിൽഡ് ഓൺ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ടു ടീച്ച് ഓൾജിബ്ര നമ്മൾ എപ്പോഴും ആദ്യം കുട്ടിക്ക് അരിത്തമെറ്റിക് അറിയാമെങ്കിൽ മാത്രമേ അരിത്തമെറ്റിക്കിൽ നിന്നും നമ്മൾ ഓൾജിബ്ര പഠിപ്പിക്കാൻ തുടങ്ങുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്, നമ്മൾ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വേണം കോംപ്ലക്സിലേക്ക് പഠിപ്പിച്ചു തുടങ്ങാൻ. അതായത് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ ഡിഫിക്കൽട്ട് കോംപ്ലക്സ് കോൺസെപ്റ്റ്സിലേക്ക് പോകാൻ പാടുള്ളൂ. അതായത് നമ്മൾ ആദ്യം സെന്റൻസ് കൺസ്ട്രക്ഷൻ പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ പാരഗ്രാഫ് എഴുതാൻ പഠിപ്പിക്കാൻ തുടങ്ങാവൂ എന്നുള്ളതാണ്. സിമ്പിൾ കാര്യങ്ങളാണ് മാക്സിംസ് ഓഫ് ടീച്ചിങ്. ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്. ഇപ്പം കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് തൊടാനും അളന്നു നോക്കാനും ഒക്കെ പറ്റുന്ന വളരെ എംപിറിക്കൽ ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ നിന്നും വേണം അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഐഡിയാസിലേക്ക് പോകാൻ. ഫോർ എക്സാമ്പിൾ, വോളിയം, അതുപോലെ അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും എംപിറിക്കൽ എക്സ്പെരിമെന്റ്സ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കും. പക്ഷെ അതേസമയം ആറ്റം, ഇലക്ട്രോൺ എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്സ് പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ സോഷ്യൽ സയൻസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി പഠിപ്പിക്കുന്നു, നമുക്ക് ഓൾറെഡി ഇമ്മീഡിയറ്റ്ലി അടുത്തുള്ള ചില ഹിസ്റ്റോറിക് ഇവന്റ്സിന്റെ ഏതെങ്കിലുമൊക്കെ പ്ലേസസിൽ കൊണ്ടുപോയി പഠിപ്പിക്കാം. ബട്ട് അതേസമയം നമുക്ക് റൂയിൻസ് ഒന്നും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ കാണും, വിച്ച് ദ സ്റ്റുഡൻറ് ഹാസ് ടു തിങ്ക് ഇമാജിനേറ്റീവ്ലി ആൻഡ് ആസ് അബ്സ്ട്രാക്ട് ഐഡിയാസ്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത് കുട്ടിക്ക് തൊടാനും പിടിക്കാനും സെൻസ് ചെയ്യാനും പറ്റുന്ന, സെൻസസ് യൂസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം പഠിപ്പിക്കുക എന്നുള്ളതാണ് കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് എന്നുള്ളത്. നമുക്ക് ഫിസിക്കൽ മാപ്സ് യൂസ് ചെയ്യാം ബിഫോർ നമ്മൾ പൊളിറ്റിക്കൽ ആൻഡ് അബ്സ്ട്രാക്ട് മാപ്സ് കൊടുക്കുന്നതിന് മുമ്പ്. ഈ കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന മാക്സിമം ഓഫ് ടീച്ചിങ് ഇസ് റിലേറ്റഡ് ടു പിയാഷെസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി, വിച്ച് വിൽ ബി ഡിസ്കസിങ് ഇൻ ദി കമ്മിങ് സ്ലൈഡ്സ്. ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ ആയിരിക്കണം. എന്തെങ്കിലും ഒരു ചെറിയ എക്സാമ്പിൾ ദാറ്റ് ഇസ് ഇമ്മീഡിയറ്റ്ലി നമുക്ക് അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് എക്സാമ്പിൾ പറഞ്ഞതിന് ശേഷം മാത്രം ഒരുപാട് സ്പെസിഫിക് എക്സാമ്പിൾസിൽ നിന്നും മേജർ ആയിട്ടുള്ള ജനറൽ എലമെന്റ്സിനെ പിക്ക് ചെയ്ത് ഒരു ജനറൽ പ്രിൻസിപ്പിളിലേക്ക് പോവുക. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾസിൽ നിന്നും ജനറൽ പ്രിൻസിപ്പിൾസിലേക്ക് പോകുന്നതിനെ നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നാണ് പറയുന്നത്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇൻഡക്റ്റീവ് മെത്തേഡ്. എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ഒരു സിനാരിയോ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് മെത്തേഡ് ഓഫ് തിങ്കിങ് ആണ്, ഇൻഡക്റ്റീവ് ആണോ ഡിഡക്റ്റീവ് ആണോ എന്ന് ചോദിക്കും. സോ ഇൻഡക്റ്റീവ് ഇസ് നത്തിങ് ബട്ട് ISG എന്ന് ഓർത്ത് വെച്ചാൽ മതി. യു ആർ ഗോയിങ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. ഓക്കെ, നെക്സ്റ്റ് മാക്സിമം ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ജനറൽ ടു പർട്ടിക്കുലർ, വിച്ച് ഇസ് ബിറ്റ് കൺഫ്യൂസിങ്. ബട്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഈ രണ്ട് മാക്സിമം പറയുന്നുണ്ട് ഇൻ ടീച്ചിങ്, ദാറ്റ് യു ഷുഡ് ഗോ ഫ്രം സ്പെസിഫിക് ടു ജനറൽ ആൻഡ് ദർ ഇസ് ഓൾസോ ദിസ് തിങ് കോൾഡ് ജനറൽ ടു പർട്ടിക്കുലർ. അതായത് ഇപ്പോൾ നമ്മൾ ന്യൂട്ടൺ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂട്ടന്റെ ലോ നമ്മൾ ആദ്യം കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം ആ ന്യൂട്ടൺ ലോ എങ്ങനെ ഓരോ സ്പെസിഫിക് എക്സാമ്പിൾസിൽ അപ്ലൈ ചെയ്യുന്നു എന്ന് പറയാം. ഫോളിങ് ഓഫ് എൻ ആപ്പിൾ എങ്ങനെയാണ് ന്യൂട്ടന്റെ ലോ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ന്യൂട്ടന്റെ ലോ എങ്ങനെയാണ് പ്രൊജക്ടൈൽ മോഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ജനറൽ ടു പർട്ടിക്കുലർ ആയിട്ടും പഠിപ്പിക്കാൻ സാധിക്കും. അപ്പം ഏതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, പർട്ടിക്കുലർ സ്പെസിഫിക് ടു ജനറൽ ആണോ ജനറൽ ടു പർട്ടിക്കുലർ ആണോ എന്നുള്ളത് ടീച്ചറിനെ ബേസ് ചെയ്തിരിക്കും, ടീച്ചറിന്റെ ലോജിക്കിനെ ബേസ് ചെയ്തിരിക്കും. നമ്മൾ എങ്ങനെ എത്ര നന്നായിട്ട് ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കാം എന്നുള്ളത് ഇസ് അപ് ടു ദ ടീച്ചർ ടു യൂസ് which method to teach, deductive or inductive എന്നുള്ളത്. So deductive is nothing but DGS എന്ന് ഓർത്താൽ മതി. So you are going from a general topic to a specific problem എന്നുള്ളത് ഓർത്താൽ മതി. And then you have to teach from whole to part. പലപ്പോഴും നമുക്കൊരു ഫുൾ പോയം പഠിപ്പിച്ചതിന് ശേഷം അതിലെ സ്റ്റാൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ഭംഗിയുള്ളത് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഒരു പാർട്ടിൽ നിന്നും വരുന്ന ഒരു ഐഡിയ ആണ്, ദറ്റ് യു ഹാവ് ടു ആക്ച്വലി ടീച്ച് ദ ഹോൾ ടു പാർട്ട്. അതായത് ഇപ്പം നമ്മളൊരു പൂവിന്റെ ചില ഇന്റേണൽ ഓർഗൻസിനെ പറ്റി പഠിപ്പിക്കുന്നതിന് മുമ്പ് ആ പൂ ആസ് എ ഹോൾ നമ്മൾ കുട്ടിയെ കാണിച്ചതിന് ശേഷം ആണ് അതിലെ പാർട്സിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ വരുന്ന കോൺസെപ്റ്റ്സ്. സോ ഹോൾ ഇസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് പാർട്സ് എന്നുള്ളത് ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജിയുടെ ഒരു തോട്ടാണ്. അതിൽ നിന്നാണ് ഈ മാക്സിം വന്നിരിക്കുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ ജനറൽ ടു സ്പെസിഫിക് പോലെ തന്നെ മാക്സിംസ് ഓഫ് ടീച്ചിങ്ങിലും പാർട്ട് ടു ഹോൾ എന്ന് പറയുന്ന ഒരു മാക്സിമം കൂടെ വരുന്നുണ്ട്, വേർ യു ആർ ആക്ച്വലി ടീച്ചിങ് ആൽഫബറ്റ്സ്
ആൽഫബറ്റ്സ് പഠിപ്പിച്ചാലേ അടുത്ത നമുക്ക് വേർഡ് പഠിപ്പിക്കാൻ പറ്റൂ, വേർഡ് പഠിപ്പിച്ചാലേ അടുത്ത സെന്റൻസ് പഠിപ്പിക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് പഠിപ്പിച്ചാലേ ഹോളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു ഐഡിയ ഇസ് ഓൾസോ ദെയർ. നമ്മുടെ നേരത്തെ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് പോലെ ഹോൾ ടു പാർട്ടും പാർട്ട് ടു ഹോളും ഉണ്ട്. അപ്പം ഇതിലേതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അപ് ടു ദ ലോജിക് ഓഫ് ദ ടീച്ചർ. ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന് ഏതാണ് സ്യൂട്ടബിൾ എന്നുള്ളത് ടീച്ചറിന്റെ ലോജിക് അനുസരിച്ച് പിക്ക് ചെയ്ത് അത് എഫക്റ്റീവ് ആയിട്ട് പഠിപ്പിക്കുന്നിടത്താണ് യൂസ് ചെയ്ത് ദാറ്റ് ദിസ് പെർട്ടിക്കുലർ ടീച്ചർ ഇസ് എ ഗുഡ് ടീച്ചർ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫ്രം അനാലിസിസ് ടു സിന്തസിസ്. നമ്മൾ പലപ്പോഴും നേരത്തെ ബ്ലൂംസ് ടാക്സോണമി പറഞ്ഞ ആ സെയിം കാര്യമാണ്. നമ്മളൊരു കാര്യം അനലൈസ് ചെയ്യാൻ പഠിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ പുതിയ ഐഡിയാസ് ഉണ്ടാക്കുന്നത്, അല്ലെ? അറിയാവുന്ന ഐഡിയാസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് പുതിയ ഐഡിയാസ് ഉണ്ടാക്കുന്നത് പലപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യത്തിനെ അനലൈസ് ചെയ്യാൻ പറ്റുമ്പോഴാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ഗ്രാമർ റൂൾസ് അനലൈസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അത് ഉപയോഗിച്ച് നമ്മുടേതായിട്ടൊരു ക്രിയേറ്റീവ് എസ്സേ എഴുതാൻ സാധിക്കൂ എന്നുള്ളത്. ഇത് ആക്ച്വലി ലിങ്ക്ഡ് വിത്ത് ബ്ലൂംസ് ടാക്സോണമി ആണ്, അനാലിസിസ് ടു സിന്തസിസ്. പലപ്പോഴും എല്ലാ മാക്സിംസ് ഓഫ് ടീച്ചിങ്ങിലും നമ്മൾ ഏതെങ്കിലും കുറെ തിയറീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതൊക്കെ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ആൻഡ് ദെൻ ഫ്രം ഇൻഡക്ഷൻ ടു ഡിഡക്ഷൻ, ഫ്രം ഡിഡക്ഷൻ ടു ഇൻഡക്ഷനും പോകാം. ഓക്കെ, ആസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്. സോ ഇൻഡക്ഷൻ ടു ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെസിഫിക് ടു ജനറൽ പോകാം, അതുപോലെ ജനറൽ ടു സ്പെസിഫിക് പോകാം. ബട്ട് ടീച്ചർ ഓൾവേസ് യൂസസ് എ മിക്സ് ഓഫ് ബോത്ത് ആൻഡ് ഇറ്റ് ഇസ് അപ് ടു ദ ടീച്ചർ ടു ഡിസൈഡ് ഇതിൽ ഏത് യൂസ് ചെയ്യണം. ഇൻഡക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യണോ, ഡിഡക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യണോ? ഏത് യൂസ് ചെയ്താലും അത് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളിടത്ത് ടീച്ചറിന്റെ വിജയം ആണ്. ആൻഡ് ഫൈനലി വെരി ഇമ്പോർട്ടൻറ്റ്, എംപിറിക്കൽ ടു റാഷണൽ. പലപ്പോഴും എംപിറിക്കൽ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മുടെ സെൻസ് കൊണ്ട് നമുക്ക് തൊടാനും ഒബ്സർവ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മെന്റൽ റീസണിങ് വെച്ച്, അതായത് ആലോചിച്ച് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഇമാജിൻ ചെയ്യുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ്. അതായത് യു ഹാവ് ടു ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം സംതിങ് എംപിറിക്കൽ ആൻഡ് ദെൻ ഓൺലി ഗോയിങ് ടു ദി ഇമാജിനേറ്റീവ് ലോജിക്കൽ സൈഡ് ഓഫ് ഇറ്റ് എന്നുള്ളതാണ്. ഇപ്പം യു ആർ ഒബ്സർവിങ് പ്ലാന്റ്സ്, ആദ്യം നമുക്ക് പ്ലാന്റ് എന്താണെന്ന് അറിയണം, പ്ലാന്റിനെ തൊട്ടിരിക്കണം, പ്ലാന്റിന്റെ പാർട്സ് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് അറിയണം. ആസ് എ പ്ലാന്റ് എന്താണെന്നുള്ളത് കുട്ടിക്ക് അറിയാമെങ്കിൽ മാത്രമേ ആ പ്ലാന്റിന്റെ ഐഡിയ ഓഫ് ഫോട്ടോസിന്തസിസ് തിയറിയിലോട്ട് പോയിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഈ 10 കാര്യങ്ങളാണ് മാക്സിംസ് ഓഫ് ടീച്ചിങ്. ഇതിൽ കൂടുതലും മാക്സിംസ് ഓഫ് ടീച്ചിങ് വരാം, ബട്ട് ഞാൻ ഇത്രയും മേജർ ആയിട്ട് കണ്ടിട്ടുള്ളൂ. ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണ് ഞാൻ ഈ 10 എടുത്തത്. ചില എണ്ണത്തിൽ ബട്ട് ദാറ്റ് ഡസൻ മേക്ക് എനി സെൻസ് ഇതല്ലാതെ വന്നിട്ടുള്ളതൊന്നും. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ആഡ് ചെയ്യാത്തത്. 10 മാക്സിംസ് ഓഫ് ടീച്ചിങ് ഇസ് മോർ ദാൻ എനഫ്. ഈ 10 ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. അതായത് കുറെ എണ്ണം തന്നിട്ട് ഇതിൽ മാക്സിംസ് ഓഫ് ടീച്ചിങ് അല്ലാത്തത് ഏതെന്ന് ചോദിക്കാം. സോ ഇത് ഇത്രയും നമുക്ക് കൃത്യമായി അറിയാമെങ്കിൽ we can easily attend that question. And now we are going to the next part, which is learner characteristics. നമ്മൾ അഡോളസെന്റ് പീരീഡിലുള്ള ലേണേഴ്സിനെ പറ്റിയിട്ടും അഡൽട്ട് ലേണേഴ്സിനെ പറ്റിയിട്ടുള്ള സൈക്കോളജി ആൻഡ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ അഡോളസെന്റ് ലേണേഴ്സ് എന്ന് പറയുന്നത് ഒരു 13 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. നമ്മളൊരു കോളേജ് ലെക്ചർ ആകുമ്പോൾ യു ആർ obviously going to deal with students who are in the first year who will be 18 years of age. അപ്പം അവരെ പറ്റി നന്നായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ അക്കാഡമിക്കലി അഡലസെന്റ് ലേണേഴ്സ് വളരെ ക്യൂരിയസ് ആയിരിക്കും. അവർക്ക് മോട്ടിവേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവർക്ക് ഇന്റേണലി ആ മോട്ടിവേഷൻ വരാനുള്ള ചാൻസ് കുറവാണ്. സോ വി ഹാവ് ടു പ്രൊവൈഡ് ദം മോട്ടിവേഷൻ. അതുപോലെ അവരുടെ ഇൻട്രസ്റ്റ് എപ്പോഴും അവരുടെ പിയേഴ്സിനെ ബേസ് ചെയ്തിരിക്കും. അവരുടെ കൂട്ടുകാരെന്താണോ, എന്തിന്റെ പുറകെയാണോ പോകുന്നത് അതിന്റെ പുറകെ പോകാനുള്ള ഒരു ടെൻഡൻസി അവരിൽ കൂടുതലാണ്. ആൻഡ് ദേ ആർ വെരി മച്ച് ഡിസ്ട്രാക്റ്റഡ്. നമുക്കറിയാം ടീനേജ് എന്ന് പറയുമ്പോൾ ഒരു സർജ് ഓഫ് ഹോർമോൺസും ഇൻട്രൂസീവ് തോട്ട്സും ഒക്കെ വരുന്ന ഒരു സമയമാണ്. സോ ദേ ആർ ഓഫൻ ഡിസ്ട്രാക്റ്റഡ് ഫ്രം അക്കാഡമിക്സ്. അപ്പൊ അവർക്ക് ഒരുപാട് ഗൈഡൻസ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ടീച്ചർ ഹാസ് ടു ബി എ ഗൈഡ് ദെയർ. അതുപോലെ അക്കാഡമിക് സെറ്റപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അഡലസെന്റ് ലേണേഴ്സ് ആർ ഇൻ ദെയർ, പിയാഷയുടെ തിയറിയെ സംബന്ധിച്ച് ആർ ഇൻ ദെയർ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഓഫ് ലേണിംഗ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ നമ്മുടെ സ്റ്റുഡൻസ് who are in their adolescent period starts abstract thinking. അപ്പൊ നിങ്ങൾക്ക് കോളേജിൽ ചെന്നിട്ട് ഒരു എന്തെങ്കിലും ഒരു ഹൈലി ഇമാജിനേറ്റീവ് ആയിട്ടൊരു തോട്ട് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് എംപിറിക്കൽ ആയിട്ടൊരു ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. നമുക്ക് ഇമാജിനേറ്റീവ് തോട്ട് അബ്സ്ട്രാക്റ്റ് ആയിട്ട് പറഞ്ഞു പോകാം, ലെക്ചർ മെത്തഡിലൂടെ പറഞ്ഞു പോകാം എന്നുള്ളതാണ് കോളേജ് ടീച്ചിങ്ങിന്റെ ഒരു ഗുഡ് സൈഡ് എന്നുള്ളത്. സോ അത് ആ ഒരു സൈഡ് വരുന്നത് പിയാഷയുടെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ നിന്നാണ്. ഇതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള സ്ലൈഡിലുണ്ട്. സോ അടുത്തത് സോഷ്യൽ സൈഡ് ഓഫ്
അഡലസെന്റ് ലേണേഴ്സ് ആണ്. സോ സോഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഹൈലി പിയർ ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഫ്രണ്ട്സ് പറയുന്ന എന്താണോ അത് കേൾക്കുന്ന ഒരു പ്രായമാണ്. സോ അതുപോലെ അവർ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻസ് ഡിസയർ ചെയ്യുന്ന ഒരു ഏജ് ആണ്. ഇനി എറിക്സന്റെ തിയറിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എറിക്സന്റെ തിയറിയെ സംബന്ധിച്ച് അഡലസെന്റ് ലേണേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ ഈ ടീനേജിൽ എത്തുമ്പോഴത്തേക്കും നമുക്കൊരു കൺഫ്യൂഷൻ കാണും. നമ്മൾ ആരാണ്, നമ്മുടെ ഐഡന്റിറ്റി എന്താണ്. ഇപ്പൊ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കുന്നു, അവരുടെ ഐഡന്റിറ്റി എന്താണ്, ചിലപ്പോൾ അത് മിമിക് ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ ശരിക്കുള്ള റോൾ ഇൻ ദ സൊസൈറ്റി എന്താണെന്ന് നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സമയമാണ് അഡലസൻസ് എന്ന് പറയുന്നത്. സോ അവരുടെ ആ ഒരു ഫേസിലാണ്. അപ്പൊ വി ഹാവ് ടു ഹെൽപ്പ് ദം ടു ഫൈൻഡ് ദെയർ ഐഡന്റിറ്റി റാദർ ദൻ പുഷിങ് ദം ഇൻ ടു റോൾ കൺഫ്യൂസ്ഡ് സ്റ്റേജ്. അപ്പൊ ആ ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ അവർ ശ്രമിക്കുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ആസ് എ ടീച്ചർ നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ ഇമോഷണൽ ലെവലിൽ അവർക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ആൾക്കാരാണ്. ഹോർമോൺ ചേഞ്ചസ് നടക്കുന്നതേ ഉള്ളൂ അവരുടെ ബോഡിയിൽ. ഹൈലി സെൻസിറ്റീവ് ടു ക്രിറ്റിസിസം. ഫസ്റ്റ് ഇയറിൽ വരുന്ന കുട്ടികൾ എന്തെങ്കിലും ഒരു വർക്ക് തരുമ്പോഴത്തേക്കും ആസ് എ ലെക്ചറർ യു ഷുഡ് ബി വെരി കൺസിഡറേറ്റ് ദറ്റ് യു ഷുഡ് മോട്ടിവേറ്റ് ദം മോർ റാദർ ദാൻ ക്രിട്ടിസൈസിങ് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ സ്ട്രഗിൾ വിത്ത് സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം ഉള്ള കുട്ടികൾ ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. സോ ബി വെരി കെയർഫുൾ ഇൻ ടോക്കിംഗ് ടു ദം എന്നുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് കൊഗ്നിറ്റീവ്ലി അവർക്ക് ഹൈപ്പോത്തസിസ് ഫോം ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ലോജിക്കൽ റീസണിങ് ചെയ്യാനും ഒക്കെ ഉള്ള ഹൈ കേപ്പബിലിറ്റി ഉള്ള കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയതിനു ശേഷമാണ് കോളേജിലേക്ക് വരുന്നത്. അതുപോലെ ഇത് ഹാവ് ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പൊ അവർക്ക് ക്വസ്റ്റ്യനിങ് ആപ്റ്റിറ്റ്യൂഡ് വളരെ ഹൈ ആയിരിക്കും. ആൻഡ് നീഡ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ എക്സ്പ്ലോറേഷൻ. അപ്പം അവരെ സംബന്ധിച്ച് നമ്മൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തുകൊണ്ടേയിരിക്കുക ടു ഇൻക്രീസ് ദർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. നൗ നമ്മൾ ഇതുവരെ പറഞ്ഞ തിയറീസ് ഒക്കെ ഒന്ന് എന്താണെന്ന് നോക്കാം. ഫോർ ന്യൂ ലേണേഴ്സ് ഈ തിയറീസ് ഒന്നും കേട്ടിട്ടില്ലാത്തവരാണ്, മറ്റ് സബ്ജക്റ്റിലുള്ളവരാണെങ്കിൽ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, എഴുതി വെക്കുക. പിയാഷയുടെ തിയറി എസ്പെഷ്യലി അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഇയർ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പിയാഷയെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും യു ക്യാൻ സി. സോ ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്ലീസ് സ്റ്റാർ മാർക്ക് ഫ്രം മൈ സൈഡ്. ഓക്കെ. സോ പിയാഷെ എന്ന് പറയുന്നത് 1896 മുതൽ 1980യുടെ ഇടയിൽ എഡ്യൂക്കേഷനകത്തും സൈക്കോളജിക്കകത്തും മേജറായിട്ട് ഒരുപാട് റിസർച്ച് ചെയ്ത ഒരു സ്വിസ് സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ചിൽഡ്രൻ ആർ ആക്റ്റീവ് ലേണേഴ്സ് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ അവരെ ഒന്നും പഠിപ്പിക്കുന്നില്ല, അവർക്ക് നമ്മൾ എക്സ്പീരിയൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അവരുടെ നോളജ് അവർ തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു കോൺസെപ്റ്റ് മുമ്പോട്ട് വെച്ച സൈക്കോളജിസ്റ്റ് ആണ് പിയാഷെ. So children are constructing their own knowledge through interaction with the environment. അതിനെ ആ ഒരു ടൈപ്പ് ഓഫ് സൈക്കോളജിയെ അദ്ദേഹം വിളിച്ചത് കൺസ്ട്രക്റ്റിവിസം എന്നാണ്. കൺസ്ട്രക്റ്റിവിസ്റ്റിക് സൈക്കോളജി. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ലേണിംഗ് ഹാപ്പൻസ് ത്രൂ സ്കീമാസ്. അതായത് നമ്മുടെ കൊഗ്നിഷൻ എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്, തിങ്കിങ്, റീസണിങ് എല്ലാം വരുന്ന ഒരു ഏരിയയാണ് കൊഗ്നിഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റിനെ അദ്ദേഹം വിളിച്ച പേരാണ് സ്കീമാസ്. സോ സ്കീമാസ് ആർ മെന്റൽ ഫ്രെയിം വർക്ക്സ്. അപ്പം നമ്മൾ എന്ത് പുതിയത് പഠിച്ചാലും പുതിയ സ്കീമാസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു പ്രോസസ്സിനെയാണ് ആ ഒരു യൂണിറ്റിനെയാണ് സ്കീമ എന്ന് പറയുന്നത്. ഇനി അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി കുറെ സ്കീമ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിനകത്ത് ഒരുപാട് സ്കീമാസ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ പുതിയൊരു കാര്യം കണ്ടു, പുതിയൊരു ലേണിംഗ് നമ്മളിൽ സംഭവിച്ചു എന്ന് വെച്ചു. നമുക്ക് ഈ ലേണിങ്ങിനെ പുതിയൊരു സ്കീമയായിട്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്കീമയിലോട്ട് എന്ത് ചെയ്യണം? ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ, ആ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ദിസ് സ്റ്റേജ്, അസിമിലേഷന്റെ സമയത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി, ആ കുട്ടിക്ക് റെഡ് എന്നുള്ള കളർ അറിയാം. അപ്പൊ ആ കുട്ടിയുടെ ഫ്രണ്ടിൽ ആദ്യമായിട്ട് റോസ് എന്ന് പറയുന്ന കളർ നമ്മൾ കാണിച്ചിട്ട് മക്കളെ ഇത് എന്താന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയും ഇത് റെഡ് ആണെന്ന് പറയും. അപ്പം ദാറ്റ് ഇസ് ബിക്കോസ് ഇറ്റ് ഈസ് കണക്ടിങ് ദറ്റ് ന്യൂ തിങ് വിത്ത് ദി ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്കീം. അപ്പൊ അതിനെ എന്താണ് പറയുന്നത്? അസിമിലേഷൻ എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഇനി ഇത് അസിമിലേറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞു. ഇത് പഴയ സാധനത്തിന്, അതായത് പുതിയ സാധനത്തിനെ പഴയ സാധനമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അസിമിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും റെഡ് അല്ല, ഇത് പുതിയൊരു കളറാണ്, ഇത് റോസ് കളറാണെന്ന് മനസ്സിലാവുമ്പോൾ ദിസ് എൽ ചേഞ്ചസ് ഇൻ ടു എ ന്യൂ എസ്. ഇതിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അതായത്
ചേഞ്ചിങ് ദി സ്കീമാസ് ഫോർ ന്യൂ ഇൻഫർമേഷൻ. ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്കീമല്ല, നമ്മൾ പുതിയ സ്കീം ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പുതിയൊരു കാര്യത്തിനെ ഉള്ളിലേക്ക് എടുത്തു, അതിനെ ഒരു സ്കീമയായിട്ട് കൺവേർട്ട് ചെയ്ത്, ഇപ്പൊ നേരത്തെ 3 സ്കീമാസാണ് എനിക്ക് ടോട്ടലി എന്റെ കൊഗ്നിഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പുതിയൊരു കാര്യം പഠിച്ചപ്പോൾ അതെന്തായി 4ആയിട്ട് മാറി എന്നുള്ളതാണ്. ഇനി ഇക്വിലിബ്രേഷൻ, ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ പഠിച്ച് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു പോയിന്റിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും, നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, വി ആർ ഇക്വിലിബ്രേറ്റഡ് സ്റ്റേറ്റ്. നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ തരികയാണ്, ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തരികയാണ്, ഇത് സോൾവ് ചെയ്യണം എന്ന് പറയുകയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഇത് സോൾവ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു വെപ്രാളം ഉണ്ടാവുമല്ലോ, ഒരു ഡെഡ് ലൈൻ തരുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ സോൾവ് ചെയ്തെടുക്കണം, പക്ഷെ നമുക്ക് എന്തോ ഇതിന്റെ ആൻസർ കിട്ടുന്നില്ല. അപ്പൊ ദെൻ യു ബിക്കം ഇൻ എ ഡിസിക്വിലിബ്രേറ്റഡ് സ്റ്റേറ്റ്. അതിനെയാണ് ഇക്വിലിബ്രേഷൻ, ന്യൂ സിറ്റുവേഷൻ ആൻഡ് ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത്. എപ്പോഴും ഹ്യൂമൻസിനെ സംബന്ധിച്ച് അവർക്ക് താല്പര്യം ഇക്വിലിബ്രേറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കാനാണ്. കാരണം അവിടെ സുഖമാണല്ലോ, പ്രത്യേകിച്ച് നമുക്കൊരു നമ്മുടെ ഒരു കംഫർട്ട് സോണിലാണ് നമ്മൾ ഇരിക്കുന്നത്. എപ്പം നമ്മുടെ ഫ്രണ്ടിൽ ഒരു പുതിയ പ്രോബ്ലം വന്നാലും യു ഗെറ്റ് disequilibrated because of the new challenges the new situation is giving. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുതിയ സ്കീമിനെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും, അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും, അസിമിലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. സോ ഇതാണ് അതിന്റെ ഒരു ഫ്ലോ ചാർട്ട്, ആൻഡ് ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഹാപ്പൻസ് ത്രൂ ഔട്ട് ലേണിംഗ്. ഇനി സ്റ്റേജസ് ഓഫ് കൊഗ്നിഷൻ പറയുകയാണെങ്കിൽ പിയാഷെയുടെ സ്റ്റേജിൽ നമുക്ക് 4 സ്റ്റേജസ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. സെൻസറി മോട്ടോർ എന്ന് പറയുമ്പോഴത്തേക്കും 0 to 2 years, അതായത് 2 വയസ്സ് വരെ, ജനിച്ച് 2 വയസ്സ് വരെ ഉള്ള ഒരു സ്റ്റേജിനെ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്നാണ് പറയുന്നത്. അവിടെ നമ്മുടെ കൊഗ്നിഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെൻസസിനെ, ആക്ഷൻസിനെയാണ് നമ്മളവിടെ ലേൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. തൊട്ടും പിടിച്ചും ഒക്കെയാണ് നമ്മൾ ലേണിംഗ് പ്രോബബിൾ ആക്കുന്നത്. അവിടുത്തെ ഒരു മേജർ ഐഡിയ അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്തതാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാംസിനും ചോദിക്കാറുള്ള കുറെ കാര്യങ്ങളാണ്. സോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ്. അപ്പം ഒബ്ജക്റ്റ് പെർമനൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു കുഞ്ഞു കുട്ടിയെടുത്ത് ഞാനൊരു ഒബ്ജക്റ്റ് കാണിക്കുകയാണ്, എന്നിട്ട് ഞാൻ പറയുന്നു ഞാനിത് ഒളിപ്പിച്ചു വെച്ചു, അല്ലെങ്കിൽ ഇത് കാക്ക കൊണ്ടുപോയി എന്നൊക്കെ പറയുകയാണെങ്കിൽ കുട്ടി ആഫ്റ്റർ എ പോയിന്റ് അണ്ടർസ്റ്റാൻഡ്സ് അതിന്റെ വിഷനിൽ നിന്ന് ആ ഒബ്ജക്റ്റ് പോയെങ്കിലും ആ ഒബ്ജക്റ്റ് സ്റ്റിൽ എക്സിസ്റ്റ് സംവെയർ എന്നുള്ള ഒരു ഐഡിയ ആ കുട്ടിയിൽ വരുന്നതിനെയാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. അടുത്തത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 2 to 7 years ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ കുട്ടി ഭയങ്കരമായിട്ട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ സിംബോളിക് തിങ്കിങ് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും ഒരു ഐഡിയ പറയുകയാണെങ്കിൽ അതിനെ ഒരു സിമ്പിളായിട്ട് കുട്ടി മനസ്സിൽ കാണാൻ ശ്രമിക്കും. ഇപ്പൊ ആന എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ദാറ്റ് ഫിഗർ ഓഫ് ആന കംസ് ഇൻ ദ മൈൻഡ്. അതിനെയാണ് സിംബോളിക് തിങ്കിങ് എന്ന് പറയുന്നത്. ഇവിടെ കുട്ടിയിൽ മേജറായിട്ട് വരുന്ന ചില ഐഡിയാസ്, അല്ലെങ്കിൽ കീ ഐഡിയാസ്, അല്ലെങ്കിൽ അതിനെ ലിമിറ്റേഷൻ ആയിട്ടും ആൾക്കാർ പറയാറുണ്ട്, ബട്ട് സ്റ്റിൽ ഐഡിയാസ് എന്ന് പറയുന്നത് ഈഗോസെൻട്രിസം. ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്റ്റോറിയിൽ ഞാനാണ് ഹീറോ, എവറിബഡി ഈസ് തിങ്കിങ് അബൌട്ട് മീ എന്നുള്ളൊരു കോൺസെപ്റ്റിനാണ് ഈഗോസെൻട്രിസം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് അങ്ങനെ വരാം. അതാണ് കുട്ടികൾ ഇപ്പം കൊച്ചായിരിക്കുമ്പോൾ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയും. എനിക്ക് ഇപ്പം എൻ്റെ മോളുടെ പേര് കാശി എന്നാണ്, ഇപ്പൊ കാശിക്ക് ഇത് വേണം, കാശി അങ്ങനെയാണ്, കാശിയുടെ അമ്മ, അങ്ങനെ എല്ലാം ദേ അസോസിയേറ്റ് വിത്ത് ദം സെൽഫ്. അതിനെയാണ് ഈഗോസെൻട്രിസം എന്ന് പറയുന്നത്. അവർക്ക് മറ്റൊരാളുടെ പെർസ്പെക്റ്റീവിൽ ഒന്നും കാണാൻ സാധിക്കില്ല, എല്ലാം അവരുടെ സ്റ്റോറിയാണെന്ന് വിശ്വസിക്കുന്നതിനാണ് ഈഗോസെൻട്രിസം എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് ആനിമിസം. ആനിമിസം എന്ന് പറയുന്നത് ഇപ്പം നോൺ ലിവിങ് ആയിട്ടുള്ള ഒബ്ജക്ട്സിന് ജീവനുണ്ട് എന്ന് ധരിച്ചുകൊണ്ട് അത് വെച്ച് കളിക്കുക എന്നുള്ളതാണ് അനിമിസം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദർ ഇസ് ഓൾസോ ലാക്ക് ഓഫ് കൺസർവേഷൻ. അതായത് ഇപ്പം നമുക്ക് ഒരു ചെറിയൊരു കുപ്പിയും വലിയൊരു കുപ്പിയും തന്നിട്ടുണ്ട്, പക്ഷെ ആ ചെറിയ കുപ്പി അത്യാവശ്യം വലുതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രെഡ്ത്ത് വലുതാണ്, അതിനകത്ത് വോളിയം ഒരുപാടുണ്ട്. അതേസമയം വലിയ കുപ്പി എന്ന് പറയുന്നത് നീളം മാത്രമേ ഉള്ളൂ, അത് അകത്ത് ഹോളോ ആണെങ്കിലും കുട്ടിയുടെ ധാരണ ഈ നീളമുള്ള കുപ്പിക്കകത്തായിരിക്കും കൂടുതൽ വാട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഫില്ല് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഒരു ഐഡിയ ആയിരിക്കും. അതായത് അവർക്ക് വോളിയത്തിനെ പറ്റിയിട്ടോ ഏരിയയെ പറ്റിയിട്ടോ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കാനുള്ള ലെവൽ ഓഫ് ഡെവലപ്മെന്റ് കൊഗ്നേറ്റീവ്ലി ആയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വി സേ ദറ്റ് ദേ ഹാവ് ലാക്ക് ഓഫ് കൺസർവേഷൻ. അതും പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലെ ഒരു മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അടുത്തത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇവിടെ എത്തുമ്പോഴത്തേക്കും പതുക്കെ കുട്ടി ലോജിക്കലി തിങ്ക് ചെയ്ത് തുടങ്ങും.
കോൺക്രീറ്റ് ഒബ്ജക്ട്സിനെ പറ്റിയിട്ടൊക്കെ ലോജിക്കലി തിങ്ക് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഹിയർ ഇസ് വെയർ അവർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ലാക്ക് ഓഫ് കൺസർവേഷൻ, അവർക്ക് ഈ വോളിയം ഏരിയ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ദേ സ്റ്റാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് കൺസർവേഷൻ. ചില കാര്യങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ പഠിക്കുന്നു, ആണ് പെണ്ണ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നു. അതുപോലെ സീരിയേഷൻ, അതായത് സ്റ്റെപ്സ്. ഓക്കെ, എനിക്ക് ചോറുണ്ടാക്കണമെങ്കിൽ ആദ്യം ഞാൻ എന്ത് ചെയ്യണം, എന്തൊക്കെ സ്റ്റെപ്സ് വഴി ഞാൻ ആലോചിക്കണം. ആൽഗരിതമിക് തിങ്കിങ് വരുന്നത് ആ ഒരു പോയിന്റിലാണ്. അതുപോലെ റിവേഴ്സിബിലിറ്റി. ഓക്കെ, ഐസ് ഞാൻ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് മീൻസ് വാട്ടർ തണുപ്പിച്ച് കഴിഞ്ഞാൽ ഐസ് ആവും. ഐസിനെ ഞാൻ ചൂടാക്കി കഴിഞ്ഞാൽ അത് വാട്ടർ ആകും എന്നുള്ളൊരു റിവേഴ്സിബിൾ ആക്ഷൻ എല്ലാ കാര്യത്തിലും വരുന്നു. അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെ റിവേഴ്സിബിൾ സാധനങ്ങളാണ്, ഓപ്പറേഷൻസ് ആണെന്നുള്ള ഒരു ഐഡിയ കുട്ടിക്ക് വരുന്നതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ എന്ന് പറഞ്ഞത്. ആൻഡ് ദെൻ ദേ സ്റ്റിൽ കാൺ തിങ്ക് അബ്സ്ട്രാക്ട്ലി. ഭയങ്കര ഹൈ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തിങ്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ലോജിക് സ്റ്റാർട്ട്സ് ബിൽഡിംഗ് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് വിച്ച് ഇസ് 11+ years, 11 വയസ്സിന് മുകളിൽ. നമ്മൾ കോളേജിൽ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ട് വരുന്ന കുട്ടികൾ ആർ ഓൾറെഡി ഇൻ ദെയർ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, വിച്ച് മീൻസ് അവർക്ക് വളരെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഹൈപ്പോത്തസിസ്, അതായത് ചെറിയ ചെറിയ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കാനും അത് ഇന്നത് കാരണമായിരിക്കും എന്നുള്ള റീസണിങ് ചെയ്യാനുമുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. And they can solve problems systematically. They can also think about the future and reason things morally. ഇത് മോറലി റൈറ്റ് ആണോ റോങ് ആണോ എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന സ്റ്റേജിലാണ് അവർ കോളേജിൽ എത്തുന്നത്, വിച്ച് നമുക്കൊരു നല്ല കാര്യമാണ്. നെക്സ്റ്റ് വൺ ഇസ് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ ഓഫ് പിയാഷേസ് തിയറി. അദ്ദേഹത്തിന്റെ തിയറി പറയുന്നതെന്ന് പറയുന്നത് നമ്മൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്ക് വേണം പിള്ളേർക്ക് കൊടുക്കാൻ, വിച്ച് ഇസ് വളരെ യങ് ആയിട്ടുള്ള ചിൽഡ്രൻ നമുക്ക് അവർക്ക് അബ്സ്ട്രാക്ട് റീസണിങ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ അവർക്ക് കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഒക്കെ വെച്ച് വേണം നമ്മൾ അവരെ പഠിപ്പിക്കാൻ എന്നുള്ളതാണ് അതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ. അതുപോലെ നമ്മൾ കോൺക്രീറ്റ് എക്സ്പീരിയൻസസ് പ്രൈമറി ക്ലാസ്സുകളിൽ ഉപയോഗിക്കണം. അതുപോലെ ഡിസ്കവറി ലേണിംഗ് വിച്ച് ഇസ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് ഓൾസോ പ്രൈമറി ക്ലാസ്സസിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഇൻഡിവിജ്വൽ പേസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്. ചില ആൾക്കാർ ഈ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ 11 വയസ്സിൽ തന്നെ എത്തണമെന്നില്ല, ചിലപ്പോൾ 14 വയസ്സിലായിരിക്കും എത്തുന്നത്. അതുപോലെ ചില കുട്ടികൾ ഈ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ചിലപ്പോൾ 4 വയസ്സിൽ തന്നെ അച്ചീവ് ചെയ്യും. അപ്പൊ ഇതെല്ലാം ആളുടെ ഇൻഡിവിജ്വൽ പേസിനെ ഡിപ്പെൻഡും കൂടെ ചെയ്തിരിക്കും എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഞാൻ നേരത്തെ എറിക്സന്റെ തിയറി പറഞ്ഞിരുന്നു. എറിക്സന്റെ തിയറി ഈസ് കോൾഡ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, സ്റ്റേജസ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. എറിക്സൺ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഏജ് ഇൻക്രീസ് ചെയ്യും തോറും നമ്മളിൽ രണ്ട് കാര്യങ്ങൾ തമ്മിൽ എന്താണ് എപ്പോഴും കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ട് ഫാക്ടേഴ്സ് എപ്പോഴും നമ്മൾ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻ ദി ബിഗിനിങ്, അതായത് നമ്മൾ ജനിക്കുന്ന ഒരു സമയം മുതൽ ഒരു വയസ്സ് വരെ നമ്മൾ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ട്രസ്റ്റും മിസ്ട്രസ്റ്റും ആയിരിക്കും. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ അമ്മയും നമ്മുടെ കെയർ ടേക്കേഴ്സും ഒക്കെ നമ്മളെ നന്നായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വി സ്റ്റാർട്ട് ബിൽഡിങ് ട്രസ്റ്റ് ടു പീപ്പിൾ. ഓ, ഇവരെന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. വി സ്റ്റാർട്ട് ടു ട്രസ്റ്റ് പീപ്പിൾ. ആൻഡ് നമ്മൾ ആ കുഞ്ഞു പ്രായത്തിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു കെയറും കിട്ടുന്നില്ല, ആൻഡ് വി ആർ നോട്ട് ലുക്ക്ഡ് ആഫ്റ്റർ വെൽ എന്നുണ്ടെങ്കിൽ വി സ്റ്റാർട്ട് മിസ്ട്രസ്റ്റിംഗ് പീപ്പിൾ. ഓരോ സ്റ്റേജിലും അദ്ദേഹം ഇങ്ങനെയാണ് നല്ല ക്യാരക്ടറിസ്റ്റിക്സിനെ ഫസ്റ്റും മോശമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ സെക്കൻഡും ആണ് കൊടുത്തിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നതെങ്കിൽ ആസ് വി ഗോ അലോങ് നമ്മളൊരു ഹൈലി ഗുഡ് അല്ലെങ്കിൽ വളരെ കോൺഫിഡൻറ്റ് പേഴ്സൺ ആയിട്ട് മുമ്പോട്ട് പോകും. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾ ഈ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ സ്റ്റക്ക് ആവുകയാണെങ്കിൽ അത് നമ്മൾ ത്രൂ ഔട്ട് ലൈഫ് ക്യാരി ചെയ്തുകൊണ്ട് പോകും. വിച്ച് മീൻസ് നമ്മളിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആസ് എ പേഴ്സൺ ഇവോൾവ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ സോഷ്യലി ആസ് എ പേഴ്സൺ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും എന്നുള്ളതാണ് ഈ പെർട്ടിക്കുലർ തിയറിനകത്ത് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് ഇസ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. സെക്കൻഡ് ഇസ് ഓട്ടോണമി വേഴ്സസ് ഷെയിം. നമ്മുടെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിന്റെ ഒക്കെ സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വി അച്ചീവ് ഓട്ടോണമി. ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒരു ഷെയിമും ഡൗട്ടും ഒക്കെ ഫീൽ ചെയ്യാം. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്ന നമ്മുടെ ഒരു 4 മുതൽ
6 വയസ്സ് വരെയൊക്കെയാണ്. ആ സമയത്ത് നമ്മൾ പയ്യെ പയ്യെ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കും. ശ്രമിക്കുമ്പോൾ നമുക്കൊരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ ഒരു ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് വരും. അത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു ഗിൽറ്റി പേഴ്സൺ ആയിട്ട് മാറാൻ ചാൻസ്. അടുത്തത് നമ്മൾ കുറെ കൂടെ ഒരു ഹയർ ലെവൽ, ഒരു 7 മുതൽ ഒരു 13 വയസ്സ് വരെയുള്ള ഒരു ലെവലാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയർ. നമ്മളിവിടെ ഒരുപാട് കുട്ടികളുമായിട്ട് നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാക്കുക, നല്ല കൂട്ടുകാരുണ്ടാവുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഇൻഡസ്ട്രിയസ് പേഴ്സൺ ആവും. വിച്ച് മീൻസ് നമ്മൾ കുറെ കൂടെ ഔട്ട് ഗോയിങ് ആയിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റിയില്ല, നമ്മൾ ഒറ്റപ്പെട്ടതുപോലെയൊക്കെയാണ് ആസ് എ 7 to 13 ഇയർ ഓൾഡ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് കുറെ ഇൻഫീരിയോറിറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മളെ സംബന്ധിച്ച് ആസ് എൻ അഡോളസെന്റ് ലേണർ അവരിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ്. ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ ആ ടീനേജ് പ്രായത്തിൽ അവർക്ക് അവരുടേതായ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ കൺഫ്യൂസ്ഡ് ആയി പോകും. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്താകണം എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇൻ ദ ഹയർ ഏജ്, ഒരു 21+ ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും യു ആർ ലുക്കിംഗ് ഫോർ ഇൻറ്റിമസി. നല്ലൊരു പാർട്ട്ണറിനെ കിട്ടിയില്ല, നമുക്ക് നമ്മുടെ ഇൻറ്റിമസി എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ട്ണറിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വി ഫോൾ ഇൻ ടു ദ ട്രാപ്പ് ഓഫ് ഐസൊലേഷൻ. ആൻഡ് ഒരു മിഡ് ഏജ്, ഒരു 40 അല്ലെങ്കിൽ ഒരു 35 to 55 ആ ഒരു ഏജിനകത്ത് വരുന്ന മറ്റു 2 കാര്യങ്ങളാണ് ജനറേറ്റിവിറ്റി ആൻഡ് സ്റ്റാഗ്നേഷൻ. നമ്മുടെ കരിയർ ഹൈ നമ്മൾ ആ ഒരു ഏജിൽ എത്തിയാൽ നമ്മൾ വളരെ ഹൈലി ജനറേറ്റീവ് ആയിരിക്കും. ബട്ട് നമ്മൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്റ്റാഗ്നന്റ് ആയിട്ട് ഒരു പ്ലേറ്റിലൂടെ പൊക്കോണ്ടിരിക്കും. ആൻഡ് ഒരു 65+ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിൽ വരുന്ന ഒരു സ്റ്റേജ് ആണ് ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ യു ആർ ലുക്കിംഗ് ബാക്ക് അറ്റ് ഓൾ ദ സ്റ്റേജസ്. എല്ലാ സ്റ്റേജസിലും ഞാൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ യു വിൽ ബി എൻ ഇന്റഗ്രേറ്റ് പേഴ്സൺ. ഞാൻ എല്ലാം അച്ചീവ് ചെയ്തു ലൈഫിൽ എന്നുള്ളൊരു ഫീല് വരും. ബട്ട് അറ്റ് എനി സ്റ്റേജ് ഇഫ് യു ഹാവ് ഫോളൺ ഔട്ട് ടു ദി സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ആ നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളതെങ്കിൽ യു വിൽ കീപ് റിഗ്രറ്റിംഗ് അബൌട്ട് ദ ഹോൾ ലൈഫ്. ദാറ്റ് ഇസ് വെൻ യു സ്റ്റാർട്ട് ടു ഡിസ്പെയർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിനകത്തുള്ളത്. ഇനി നെക്സ്റ്റ് അഡൽട്ട് ലേണേഴ്സിനെ പറ്റിയിട്ടാണ്. അഡൽട്ട് ലേണേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 20+ ഇയേഴ്സ്. ഓബ്വിയസ്ലി ഹയർ എഡ്യൂക്കേഷനിൽ നമ്മൾ കാണാൻ പോകുന്ന ലേണേഴ്സ് ഇവർ തന്നെയാണ്. നമ്മുടെ ഒരു ഡിഗ്രി ലെവലിലാണ് എപ്പോഴും ഈ നമ്മുടെ ടീനേജേഴ്സ് വരുന്നത്. ബട്ട് ഒരു മാസ്റ്റേഴ്സ് ലെവലിലൊക്കെ എപ്പോഴും നമുക്ക് 20+ ഇയേഴ്സ് ഓഫ് സ്റ്റുഡൻസിനെയാണ് കിട്ടുന്നത്. ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ലൈഫ് ലോങ് ലേണിങ്ങിന് വരുന്ന ആൾക്കാരുണ്ട്, ഹൂ കം ബാക്ക് ഫോർ മോർ ഡിഗ്രീസ്, അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ അവർ അക്കാഡമിക്കലി അവർ ഒരുപാട് പ്രയർ നോളജും എക്സ്പീരിയൻസും ആയിട്ടാണ് വരുന്നത്. അപ്പൊ അവരെ നമ്മളിങ്ങനെ റെപ്പറ്റേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കാൻ പാടില്ല. ആൻഡ് അവരുടെ ആ ഒരു ലെവലിനെ ബേസ് ചെയ്ത് നമ്മൾ പഠിപ്പിക്കുകയും വേണം. അതുപോലെ റെഫർ പ്രോബ്ലം സെന്റേർഡ് ലേണിംഗ്. അവർ വരുന്നത് അല്ലെങ്കിൽ ആ ഡിഗ്രി എടുക്കാൻ വരുന്നത് ഈസ് മേജർലി ഫോർ അവരുടെ കരിയർ എൻഹാൻസ്മെന്റ്. അപ്പം അവരെ സംബന്ധിച്ച് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള പ്രോബ്ലം സെന്റേർഡ് ലേണിംഗ് കൊടുക്കുക. ആൻഡ് അവർ പലപ്പോഴും സെൽഫ് ഡയറക്റ്റഡ് ആണ്. നമ്മളൊന്നും പഠിപ്പിക്കാതെ തന്നെ അവർ ഹൈലി ഡയറക്റ്റഡ് ആയിരിക്കും. കാരണം അവർക്കൊരു ഗോൾ കാണും, അതിനായിരിക്കും അവർ ആ പെർട്ടിക്കുലർ ഡിഗ്രിക്ക് വന്നിട്ടുണ്ടാവുക. അപ്പൊ ദേ ആർ ആക്ച്വലി കോൾഡ് സെൽഫ് ഡയറക്റ്റഡ് ലേണേഴ്സ്. അങ്ങനെ സെൽഫ് ഡയറക്റ്റഡ് ലേണേഴ്സിനെ നമ്മൾ പെഡഗോഗി അല്ല യൂസ് ചെയ്യുന്നത്, ബട്ട് വി യൂസ് ആൻഡ്രഗോഗി. ആൻഡ്രഗോഗി ഈസ് നത്തിങ് ബട്ട്, നമ്മൾ പെഡഗോഗി എന്ന് പറയുന്നത് ചൈൽഡ് ലീഡിങ് അല്ലെങ്കിൽ ടീച്ചിങ് ദ ചൈൽഡ് എന്നുള്ളതാണ്. സയൻസ് ഓഫ് ടീച്ചിങ് എ ചൈൽഡ് ആണെങ്കിൽ ആൻഡ്രഗോഗി ഈസ് നത്തിങ് ബട്ട് സയൻസ് ഓഫ് ടീച്ചിങ് എൻ അഡൾട്ട് ലേണർ, അത്രേ ഉള്ളൂ. ആ ആൻഡ്രഗോഗി എന്നുള്ള ടേമിനെ പോപ്പുലറൈസ് ചെയ്ത ആളാണ് മാൽക്കം നോൾസ് എന്ന് പറയുന്ന ആൾ. അടുത്തത് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൾട്ട് ലേണേഴ്സിലേക്ക് വരുമ്പോൾ അവർ വാല്യൂ ലേണിംഗ് ഫോർ കരിയർ. അവർ കരിയറിന് വേണ്ടിയിട്ടാണ് പഠിക്കാൻ വരുന്നത്. സോഷ്യൽ റോൾസ്, കുറെ കൂടെ ബെറ്റർ സോഷ്യൽ റോൾ കിട്ടാൻ, അതുപോലെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. നമുക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്ത് ഓബ്വിയസ്ലി നമ്മുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ലേണിങ്ങിന് വേണ്ടി വരുന്നത്. അവർ പലപ്പോഴും ചിലപ്പോൾ അവർ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമ്മൾ ഇതെല്ലാം കൺസിഡർ ചെയ്ത് വേണം നമ്മുടെ ലേണിംഗ് എക്സ്പീരിയൻസുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് നമ്മൾ ടൈലർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇമോഷൻ, പലപ്പോഴും ഹൈലി ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പഠിക്കാൻ വരുന്നത്. അവർ
റെസ്പെക്റ്റും റെക്കഗ്നിഷനുമാണ് നമ്മുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, റാദർ ദാൻ ക്രിറ്റിസിസം. കൊച്ചു പിള്ളേരെ പോലെ ക്രിട്ടിസൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും അവർ കുറെ കൂടെ റെസ്പെക്ട് ആഗ്രഹിക്കുന്ന ലേണേഴ്സ് ആണ്. ആൻഡ് ദെൻ മോട്ടിവേഷൻ ലാർജ്ലി ഇൻസ്റ്റിങ്ക്റ്റ്. അവർക്ക് സ്വന്തമായിട്ട് തന്നെ, ഇൻസ്റ്റിങ്ക്റ്റ് അല്ല, ഇൻട്രൻസിക്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഏതോ ഒരു PPT റോങ് ആയിട്ട് എന്തോ വായിച്ചു എന്ന് പറഞ്ഞ് വളരെ റൂഡായിട്ടൊരു കമന്റ് വന്നിരുന്നു. സോ ഐ എം സോറി, അങ്ങനെ ഇടയ്ക്ക് ഞാൻ വായിക്കുന്നുണ്ടെങ്കിൽ ഐ എം ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് കണ്ടന്റ്, അപ്പൊ ഇടയ്ക്ക് അറിയാതെ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ മോട്ടിവേഷൻ ഇസ് ലാർജ്ലി ഇൻട്രൻസിക്. അപ്പം സ്വന്തമായിട്ട് അവർ മോട്ടിവേറ്റഡ് ആണ് ടു ലേൺ എന്നുള്ളത്, അഡൽട്ട് ലേണേഴ്സ്. അപ്പം നമുക്ക് ഒരു എന്താണ് മോട്ടിവേഷൻ കൊടുക്കേണ്ട ആവശ്യം ഹൈ അഡൽട്ട് ലേണേഴ്സ്, എസ്പെഷ്യലി ഇൻ മാസ്റ്റേഴ്സ് ഇൻ MPhil PhD അങ്ങനെയുള്ള കോഴ്സുകളിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ കൊഗ്നറ്റീവ് ലെവലിൽ അവർ ഹൈലി പ്രാക്ടിക്കൽ ആൻഡ് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അവർക്ക് ലേണിംഗ് ഇൻഫ്ലുവൻസ് ബൈ പ്രയർ എക്സ്പീരിയൻസ്, ഒരുപാട് പ്രയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ ലേണിംഗ് എന്ന് പറയുന്നത് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ആൻഡ് ദേ ഓൾസോ പ്രിഫർ കൊളാബറേറ്റീവ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. അവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ലേൺ ചെയ്യാനും ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ലേൺ ചെയ്യാനും ഒക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ യു ഗിവ് പിയർ ഡിസ്കഷൻസ്, ഡിബേറ്റ്സ് എക്സെട്ര ഇൻ സച്ച് കൈൻഡ് ഓഫ് ക്ലാസ്. നെക്സ്റ്റ് ഒരു മേജർ ടോപ്പിക് ഇൻ യുവർ സിലബസ് ഇസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമ്മൾ ഇപ്പോഴത്തെ ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വി കൺസിഡർ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. എല്ലാ ആൾക്കാരിലും എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്. എവ്രിബഡി ഇസ് ഡിഫറെന്റ് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അവരുടെ ഡിഫറൻസ് വരുന്നത് അവരുടെ മെന്റൽ എബിലിറ്റീസിലായിരിക്കാം, ആപ്റ്റിറ്റ്യൂഡിലായിരിക്കാം, ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി, സോഷ്യോ എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ലേണിംഗ് സ്റ്റൈൽ, ജെൻഡർ, കാസ്റ്റ്, എല്ലാത്തിലും പലരിലും വ്യത്യാസമുണ്ട്. അപ്പം ഇവരിലെല്ലാവരെയും വ്യത്യാസം ഉണ്ടെങ്കിലും ഇവരെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ സാധിക്കുകയാണ് ഇൻ എ ജനറൽ സെറ്റിംഗ് എങ്കിൽ ആ എഡ്യൂക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. സോ ഇറ്റ്സ് ആൻ എഡ്യൂക്കേഷൻ ഫോർ ഓൾ സ്റ്റുഡൻസ് എന്ന് എവിടെ കണ്ടു കഴിഞ്ഞാലും യു വിൽ സേ ദാറ്റ് ദർ ഇസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ദർ. ഓക്കെ, അപ്പം ഇത് എന്താണ് ഈ ആൾക്കാർ ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു വെക്കുന്നതുകൊണ്ട് എന്താണ് ഹയർ എഡ്യൂക്കേഷനിൽ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഷുഡ് യൂസ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഇപ്പൊ ചില ആൾക്കാർക്ക് കേട്ട് പഠിക്കാനായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് കണ്ടു പഠിക്കാനായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് ചെയ്ത് പഠിക്കാനായിരിക്കും ഇഷ്ടം. ഇതിനുള്ള എല്ലാ എക്സ്പീരിയൻസും എക്സ്പീരിയൻസും അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതികൾ അല്ലെങ്കിൽ സ്ട്രാറ്റജീസും നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിച്ചിരിക്കണം ആസ് എ അസിസ്റ്റന്റ് പ്രൊഫസർ വെൻ വി ബിക്കം ദാറ്റ് എന്നുള്ളതാണ്. അതുപോലെ പ്രൊവൈഡ് റെമഡിയൽ ആൻഡ് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ്. സം പീപ്പിൾ ഫോൾ ബാക്ക്, അവരുടെ ആ ഒരു ഡിഫറൻസ് കാരണം അവർ ഫോൾ ബാക്ക് ഇൻ അക്കാഡമിക്സ്. ആസ് എൻ അസിസ്റ്റന്റ് പ്രൊഫസർ യു ഹാവ് ടു അപ്ലിഫ്റ്റ് ദം എന്നുള്ളതാണ്. അതുപോലെ എംപ്ലോയ് മൾട്ടിപ്പിൾ ടീച്ചിങ് മെത്തേഡ്സ്. നമ്മൾ ക്ലാസ്സിൽ വിഷ്വൽ മെത്തേഡ് കൊണ്ടുവരണം, ഓഡിറ്ററി മെത്തേഡ് കൊണ്ടുവരണം, കൈനസ്തെറ്റിക് മെത്തേഡ്, എന്തെങ്കിലും ചെയ്ത് പഠിക്കാനുണ്ടെങ്കിൽ ചെയ്ത് തന്നെ പഠിപ്പിക്കണം. സോ ദാറ്റ് അത് ഓരോ രീതിയിലും പഠിക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും എന്തെങ്കിലും ആ ക്ലാസ്സിൽ ചെയ്യാൻ കാണും എന്നുള്ള രീതിയിൽ വേണം എപ്പോഴും ക്ലാസ് എടുക്കാൻ എന്നുള്ളതാണ്. ഇനി അതിനെ ബേസ് ചെയ്ത് മുമ്പോട്ട് വെക്കുന്ന ഒരു മേജർ തിയറിയാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ബി വെരി considerate about this topic. So multiple intelligence എന്ന് പറയുന്ന തിയറി വാസ് പുട്ട് ഫോർവേഡ് ബൈ ഹവാർഡ് ഗാർഡ്നർ. അദ്ദേഹം പറഞ്ഞു 9 intelligences നമ്മുടെ ഇടയിലുണ്ട്. ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ, എല്ലാവർക്കും എല്ലാ ഇന്റലിജൻസും ഉണ്ട്, ബട്ട് അവരുടെ ഇടയിൽ എന്തോ ഒരു പെർട്ടിക്കുലർ ഇന്റലിജൻസ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ ആ മുന്നിട്ട് നിൽക്കുന്ന ഇന്റലിജൻസിന് ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ക്ലാസ് റൂമിൽ കൊടുക്കണം. അപ്പൊ ഈ പറയുന്ന 9 ഇന്റലിജൻസിനെയും കൺസിഡർ ചെയ്ത് വേണം നമ്മളൊരു ക്ലാസ് പ്ലാൻ ചെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെ ടീച്ചിങ് ഇസ് എൻ ആർട്ട് ആൻഡ് സയൻസ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ബി വെരി കൺസിഡറേറ്റ് എന്നുള്ളതാണ്. സോ എത്ര ടൈപ്പ് ഓഫ് ലേണേഴ്സ് ഉണ്ട്? വി ഹാവ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, ലോജിസ്റ്റിക് ഇന്റലിജൻസ്, സ്പേഷ്യൽ, മ്യൂസിക്കൽ, ബോഡിലി കൈനസ്തെറ്റിക്, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, നാച്ചുറലിസ്റ്റിക് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. ഇങ്ങനെ ഈ 9 ഇന്റലിജൻസിനെയും അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നുള്ളത്. സോ ഈ ഇത്രയും ഇന്റലിജൻസസ് ഉണ്ട്, ഇവരെല്ലാം ഡിഫറെന്റ് ആണ്. അപ്പം ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് ഇത്രയും ലേണേഴ്സിന്റെ വാസ്റ്റ് ഡൈവേഴ്സിറ്റി അനുസരിച്ചുള്ള ആക്ടിവിറ്റീസും കൂടെ നമ്മൾ ഒരു ടീച്ചിങ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരേ കണ്ടന്റ് തന്നെ നമ്മൾ പല രീതിയിലും ആദ്യം നമ്മൾ പറയും,
പിന്നെ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ കാണിക്കും, സോ ദാറ്റ് വിഷ്വൽ കണ്ടന്റ് ഇസ് ദയർ. ദെൻ നമ്മൾ ഒരു എന്താണ് ഒരു ഡിസ്കഷൻ വെക്കും, സോ ദാറ്റ് ഇൻട്രാ പേഴ്സണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഹു ലൈക്ക് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്, സോ ദേ ഹാവ് എ സാറ്റിസ്ഫാക്ഷൻ. ആൻഡ് ദെൻ നമ്മൾ മേ ബി വി ആസ്ക് ദം ടു ഡു സംതിങ് സോ ദാറ്റ് ആ കൈനസ്തെറ്റിക് ഇൻ്റലിജൻസസ് സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ പല ലെവലിൽ വി കെൻ ഡു ദാറ്റ്. ആൻഡ് ദെൻ ദർ ഇസ് കോൾസ് എക്സ്പീരിയൻഷ്യൽ മോഡൽ. കോൾസ് എക്സ്പീരിയൻഷ്യൽ മോഡലും നമ്മളെ സംബന്ധിച്ച് ഡിഫറെൻറ്റ് ലേണേഴ്സിൻ്റെ തിയറിയുടെ അടിയിൽ വരുന്നതൊന്നാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൾക്കാരിൽ എക്സ്പീരിയൻസ് കൊണ്ടുവരേണ്ടത്? ആദ്യം നമ്മളൊരു കോൺക്രീറ്റ് എക്സ്പീരിയൻസ് കൊടുക്കുക, ഒരു ഫീലിംഗ് കൊടുക്കുക ആൾക്കാർക്ക്. ദെൻ ആസ്ക് ദം ടു റിഫ്ലക്റ്റ് ഓൺ ദെയർ ഒബ്സർവേഷൻ. നമ്മൾ ആദ്യം ഫീൽ ചെയ്യാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നു. ആ ഫീൽ ചെയ്ത സിറ്റുവേഷനെ ഒന്ന് റിഫ്ലക്റ്റീവായിട്ട് തിങ്ക് ചെയ്യുക. that you watch what happened to you while you were feeling that thing എന്നുള്ളത് ചെയ്യുക. then you abstract കോൺസെപ്ച്വലൈസ്. അതായത് നമ്മൾ ഇത് ഫീൽ ചെയ്തതും നമ്മൾ വാച്ച് ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു കോൺസെപ്റ്റ് ആയിട്ട് മാറ്റുക, വേർ യു ആർ ആക്ച്വലി തിങ്കിങ് അബൌട്ട് വാട്ട് യു ഡിഡ്, വാട്ട് യു ഫെൽറ്റ് ആൻഡ് വാട്ട് യു വാച്ച്. ആൻഡ് ദെൻ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായതിനു ശേഷം വി ആക്റ്റീവ്ലി എക്സ്പെരിമെന്റ് വിത്ത് ഇറ്റ്, വി സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ് വിത്ത് വാട്ട് വി ലേൺ. അപ്പൊ ഇതാണ് പ്രോസസ് ഓഫ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കോൾബ് പറഞ്ഞത്. ഇതിനകത്ത് നമ്മൾ പലപ്പോഴും ഇതിനകത്തൊരു ഏരിയയും കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് യു ആർ ആക്ച്വലി ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, യു ആർ ആക്ച്വലി ഫീലിംഗ് ആൻഡ് വാച്ചിങ്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരും. ദെൻ യു ആർ തിങ്കിങ് ആൻഡ് വാച്ചിങ്, then you are thinking and doing, and finally you are feeling and doing. അപ്പൊ ഈ ഇത്രയും പോർഷനും കൂടെ വരുമ്പോഴേ യുവർ എക്സ്പീരിയൻഷ്യൽ മോഡൽ ബിക്കംസ് കംപ്ലീറ്റ്. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ 4 ഏരിയാസിലൂടെ പോകുമ്പോഴത്തേക്കും, ഇങ്ങനെ ഒരു എക്സ്പീരിയൻഷ്യൽ മോഡലിലൂടെ നമ്മൾ പഠിപ്പിക്കുമ്പോഴത്തേക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് ആയാലും വാട്ട് എവർ ഡിഫറൻസസ് ഇറ്റ് ബി, അവർക്ക് എല്ലാവർക്കും കേറ്റർ ചെയ്യാൻ ഈ ഒരു മോഡല് ഫ്ലെക്സിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആപ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. So that's it from my side for today. I hope you enjoyed this class. ഇത് ഫസ്റ്റ് പോർഷൻ മാത്രമാണ്. ഇനി നമുക്ക് കുറച്ചധികം വീഡിയോസ് ഈ പാർട്ടിൽ വരാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നല്ല വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ ഇമെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയയ്ക്കുക, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് മീൻസ് കമൻറ്റ് ബോക്സിൽ സെൻഡ് ഇൻ യുവർ കമൻറ്റ്സ്. നിങ്ങൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻ ആയിട്ട് തന്നാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. കാരണം ഐ വുഡ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ദിസ് ക്ലാസ് ഇസ് ബീങ് എഫക്റ്റീവ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഡ്രൈവ് ഉണ്ടാവും കൂടുതൽ കണ്ടന്റ് ഇടാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം. പ്ലീസ് ചെക്ക് ഔട്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടുമെങ്കിൽ യൂസ് ദാറ്റ്. സോ താങ്ക് യു. Keep living, laughing and learning with me, Gayatri Shankar, here on YouTube. Bye.